നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനമാവാതെ ദില്ലിയിൽ കോൺഗ്രസ് ചർച്ചകൾ തുടരുകയാണ്. നാളെ ലിസ്റ്റ് തരാമെന്നാണ് മാധ്യമപ്രവർത്തകരോട് മുല്ലപ്പള്ളി പറഞ്ഞത്. രമേശും ഉമ്മൻചാണ്ടിയും നയിക്കുന്ന IA ഗ്രൂപ്പുകൾക്കെതിരെ PC ചാക്കോയ്ക്ക് പിന്നാലെ PJ കുര്യനും പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നു. സുധീരനും ഇടഞ്ഞു നിൽക്കുകയാണ്. അതേസമയം പല മണ്ഡലങ്ങളിലും പ്രതിഷേധവും പോസ്റ്ററുമായി പ്രവർത്തകർ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളവർക്കെതിരെ പോരിലാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യമാണ്. കൈപ്പത്തിക്കായി കടും വെട്ടുകളികൾ. ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. VKC ഡിബോങ്കോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC ഡിബോങ്കോ. അൾട്രാ കംഫർട്ടബിൾ ഡബിൾ ഡെൻസിറ്റി സോളുമായി VKC ഡിബോങ്കോ. ഗ്രൂപ്പ് തർക്കത്തിൽ കുരുങ്ങി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം. കെ ബാബുവിന് സീറ്റില്ലെങ്കിൽ പുതുപ്പള്ളിയിൽ മത്സരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. KC ജോസഫിനും PC വിശ്വനാഥിനും സീറ്റില്ല. ഇരിക്കൂർ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിൽ കലാപം. A ഗ്രൂപ്പ് അനുഭാവികൾ പാർട്ടി ഓഫീസ് അടച്ചുപൂട്ടി. നാളെയോടെ സീറ്റുകാര്യത്തിൽ തീരുമാനമെന്ന് മുല്ലപ്പള്ളി. കോൺഗ്രസ് വിശ്വാസ വഞ്ചന കാണിച്ചെന്ന് AA അസീസ്. PC ചാക്കോയ്ക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി PJ കുര്യൻ. എല്ലാം തീരുമാനിക്കുന്നത് ഗ്രൂപ്പുകൾ. ചാക്കോ ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതെന്നും കുര്യൻ. സ്ഥാനാർത്ഥി പട്ടിക വന്ന ശേഷം പരസ്യ നിലപാടെടുക്കാനൊരുങ്ങി സുധീരൻ. നാളെ തീരുമാനമായില്ലെങ്കിൽ കടുത്ത നടപടിയെന്ന് AV ഗോപിനാഥ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കളുമായി BJP ചർച്ച നടത്തിയതായി സൂചന. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്ക് തുടക്കം. LDF സർക്കാരിന് തുടർഭരണം ഉണ്ടാകണമെന്ന് കോടിയേരി. പ്രതിസന്ധികളിൽ കേരളത്തെ രക്ഷിച്ചത് പിണറായി സർക്കാരെന്ന് കാനം. കേരളത്തിനെതിരെ വരുന്ന കേന്ദ്ര ഏജൻസികളെ കോൺഗ്രസ് തപ്പുകുട്ടി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. തിങ്കളാഴ്ച മുഖ്യമന്ത്രി പത്രിക സമർപ്പിക്കും. VV രമേശൻ മഞ്ചേശ്വരത്ത് LDF സ്ഥാനാർത്ഥി. SSLC +2 പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 30 വരെ. തീരുമാനം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ. കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയുന്നു. സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇന്ന് സംസ്ഥാനത്ത് 3753 പേർക്ക് രോഗമുക്തി. രോഗവ്യാപനം നിയന്ത്രിച്ചത് അഭിനന്ദനാർഹമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. മഹാരാഷ്ട്രയിലെ സ്ഥിതി ആശങ്കാജനകമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇനി ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ റജി ലൂക്കോസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം ഇന്ന് ലിസ്റ്റ് വരും എന്ന ഒരു പൊതു വിചാരമൊക്കെ ഒരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. മുല്ലപ്പള്ളി പറഞ്ഞത് നാളെ സ്ഥാനാർത്ഥികളുടെ പട്ടിക, അതിൻ്റെ ലിസ്റ്റ് മാധ്യമങ്ങൾക്ക് നൽകാം എന്ന തരത്തിലാണ്. ഏതായാലും ഈ ചർച്ചയിലേക്ക് പോകും മുമ്പ് മുല്ലപ്പള്ളി പങ്കുവച്ച ആ ആത്മവിശ്വാസം ഒന്ന് കാണാം. നാളെ വൈകിട്ട് 6 മണിക്ക് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്യുന്ന ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലെത്തും. അത് എല്ലാം നാളെ പറയാം. ശ്രീ ജേക്കബ് ജോർജ്, ഈ KPCC പ്രസിഡന്റ് നാളെ ലിസ്റ്റ് തരാം എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകർക്കടക്കം ചിരി വരികയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നു വരുന്നതിൻ്റെ ഇത് കോൺഗ്രസ്സിലൊരു പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു കാലത്തും ഇല്ലാത്ത വിധം കോൺഗ്രസ് സംഘടനാപരമായ പല ദൗർബല്യങ്ങളെ, ദുർബലാവസ്ഥയെ നേരിടുന്ന സാഹചര്യം, വലിയ വെല്ലുവിളി നേരിടുന്ന സാഹചര്യം, തിരിച്ചുവരവിനായി അങ്ങേയറ്റം പാടുപെടുന്ന കാലം. ആ കാലത്തൊരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കുമ്പോഴും മുൻകാലങ്ങളെ പോലെയും അതിലും കഷ്ടമായി എന്ന നിലയിൽ പോകുമ്പോഴാണ് നാളെ ലിസ്റ്റ് എന്ന് മുല്ലപ്പള്ളി പറയുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ചിരി വരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്. ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവരുടെ മേലുള്ള സമ്മർദ്ദം. 75 വയസ്സായി നമ്മുടെ PC ചാക്കോയ്ക്ക്. 75 വയസ്സിൽ ചുമ്മാ രാജിവെച്ചൊന്നുമല്ല, സ്ഥാനം കിട്ടാഞ്ഞിട്ടാ രാജിവെച്ചേ. ആരെങ്കിലും ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണ്ടേ? വിളിക്കുന്നുമില്ല. പുള്ളിക്കാരൻ ഈ ഫോണും വെച്ചുകൊണ്ടിരിക്കുക. ഒരു വിളിയും വരുന്നില്ല. KPCC വരുന്നില്ല, AICC വരുന്നില്ല. എന്തെങ്കിലും ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഒരു സ്ഥാനം കൂടെ ഉള്ളവർക്കെങ്കിലും കൊടുക്കാൻ ആരെങ്കിലും. ഏത് സ്ഥാനമാണ് ചാക്കോ ആഗ്രഹിച്ചത് കിട്ടാതെ പോയത്? ഇപ്പം എല്ലാവരും വിചാരിച്ചേക്കുന്നത് UDF ജയിക്കാം, UDF വന്നാലേ ഒരു മന്ത്രിസ്ഥാനം കിട്ടുന്ന ചിലരുടെ കാര്യമാണോ? PJ കുര്യൻ എന്താ നോക്കിയത്? അത് തന്നെയാണ്.
തിരുവല്ല നോക്കി, അദ്ദേഹം തിരുവല്ലയിൽ ഒത്തിരി പണിയെടുത്തു. പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടേ, പക്ഷെ ഞാൻ ശ്രീ താങ്കളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ പി ജെ കുര്യൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവസാനം വരെ ഒരു താല്പര്യത്തോടെ എനിക്കിത് വേണം എന്ന നിലയിൽ പി ജെ കുര്യൻ ഒരു നിലപാടെടുത്തോ? രണ്ട്, പി സി ചാക്കോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിന് വേണ്ടി, എല്ലാം നടക്കുന്നത് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിലാണല്ലോ, അവിടെയാണല്ലോ ഈ ലിസ്റ്റ് ഉള്ളത്, അവിടെയാണല്ലോ ഒരു ലിസ്റ്റ് രമേശ് ചെന്നിത്തലയുടെ കയ്യിലും ഒരു ലിസ്റ്റ് ഉമ്മൻചാണ്ടിയുടെ കയ്യിലും, പറഞ്ഞു കേൾക്കുന്ന പോലെ ഹൈക്കമാൻഡിൻ്റെ കയ്യിൽ ഏജൻസികളെ വെച്ച് നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ലിസ്റ്റും, ഈ ലിസ്റ്റുകൾ തമ്മിലൊരു വലിയ ഏറ്റുമുട്ടലാണല്ലോ നടന്നു വരുന്നത്. ആ ഘട്ടത്തിൽ പി സി ചാക്കോയുണ്ടോ, പി ജെ കുര്യനുണ്ടോ? അവസാന ഘട്ടത്തിലും ഒരു സീറ്റ് മോഹികളായി അവർ ഇവർക്ക് മുമ്പിൽ നിന്നിട്ടുണ്ടോ? വി എം സുധീരനുണ്ടോ? അതെ, അത് ശരിയാണ്. ഇവരൊക്കെ സ്ഥാനമോഹികളാണ്, സ്ഥാനം ആഗ്രഹിച്ച് കഴിയുന്നവരാണ്. ഒരു ഏജ് ബാറും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ ഡൽഹി പോയി സീറ്റ് ചർച്ച നടത്തുന്ന മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് കാരണം. ഇവരൊക്കെ പണ്ട് 65-ലും 70-ലുമൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ കയറി ഇരുന്നിട്ട് ഇവരാരും വിട്ടുകൊടുത്തില്ല. ഒരൊറ്റ ചെറുപ്പക്കാരനെ, കേരളത്തിലെ ചെറുപ്പക്കാരിയെ കേരളത്തിൻ്റെ കോൺഗ്രസ് സംഘടനയിലേക്കോ കേരളത്തിൻ്റെ സ്ഥാനമാനങ്ങളിലേക്കോ കൊണ്ടുവന്നില്ല. അതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം ഇപ്പം തിരുവനന്തപുരത്ത് നോക്കി കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ്, അതിന് മുമ്പത്തെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പ്രവർത്തിക്കാൻ ആരെങ്കിലും ഉണ്ടായോ? സ്ഥാനാർത്ഥിയാകാൻ ആളിനെ കിട്ടിയില്ലല്ലോ. അതാണ് പ്രശ്നം. യുവാക്കളുണ്ടോ? KSU സംഘടനയുണ്ടോ? അതൊക്കെയാണ് പ്രശ്നം. അതിൻ്റെയൊക്കെ പരിണിത ഫലം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ശരത്തെ, AK ആൻ്റണി എവിടെ പോയി? അദ്ദേഹത്തിൻ്റെ പേര് ഏതെങ്കിലും പത്രത്തിൽ കണ്ടോ? അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഏതെങ്കിലും ടെലിവിഷനിൽ കണ്ടോ ശരത്തെ? ആരെങ്കിലും അദ്ദേഹത്തെ ക്ഷണിച്ചോ? ആരായിരുന്നു AK ആൻ്റണി? സലീം ഇട്ടിരിപ്പുണ്ട്. ആരായിരുന്നു AK ആൻ്റണി? ഞെട്ടി ഉണർന്നു നോക്കി. ആരായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ, ഇന്ത്യയിലെ കോൺഗ്രസിൽ AK ആൻ്റണി? അദ്ദേഹം ഇപ്പോഴും രാജ്യസഭാംഗമല്ലേ? രാജ്യസഭാംഗം അല്ലേ ശരത്തെ? ആ രാജ്യസഭാംഗമായ AK ആൻ്റണിക്ക് കേരളത്തിലെ സ്ഥാനാർത്ഥി, ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് AK ആൻ്റണിയാണെന്ന് എല്ലാ പത്രങ്ങളും. അതിലൊക്കെ വന്ന മാറ്റവും ഘടനാപരമായ മാറ്റവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണല്ലോ. ഏറ്റവും അവസാനത്തെ വില നിലവാരം വെച്ച് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ശ്രീ ജേക്കബ് ജോർജ് എന്തു പറയും? ഒരു കാര്യം വ്യക്തമാണ്, ഈ പട്ടികയും AI ഗ്രൂപ്പുകൾക്ക് വേണ്ടി അവരുടെ പരമാവധി സീറ്റുകൾ അവർ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയുള്ള നല്ല പരിശ്രമത്തിലൂടെ രൂപപ്പെട്ടു വരുന്നൊരു ലിസ്റ്റാവും. അതിൽ ചില ആളുകൾ, ഒരുപക്ഷേ മുല്ലപ്പള്ളി എന്ന KPC പ്രസിഡന്റ് താല്പര്യമുള്ളവരുണ്ടാകാം, അല്ലെങ്കിൽ K സുധാകരന് താല്പര്യമുള്ള 1-2 ആളുകളുണ്ടാകാം. ഇതൊക്കെയുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ അനുസരിച്ച് ജേക്കബ് ജോർജ് കരുതുന്നത് എങ്ങനെയാണ് വരാൻ പോകുന്ന ഒരു ലിസ്റ്റ്, അതിൻ്റെ ഒരു ഫൈനൽ ഡിസ്കഷൻസിൻ്റെ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ? അതിൻ്റെ അകത്ത് ചെറുപ്പക്കാർ കാണും, സംശയമൊന്നുമില്ല. കുറേ ചെറുപ്പക്കാരുണ്ടാവും. പ്രായമായവരുടെ കുറേ പേരെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറേ പേരുണ്ടാവും. 70 വയസ്സ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി വരുന്നതിനോട് ഒരു കുഴപ്പമില്ല. ഉമ്മൻചാണ്ടി വരണം, അതൊക്കെ കോൺഗ്രസിന് ആവശ്യമാണ്. കോൺഗ്രസ് ഇപ്പോഴും കാത്തിരിക്കുന്ന നേതാക്കന്മാർ ആരെങ്കിലും പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് ഇളവ് നൽകണമെന്ന് നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കേരളത്തിലെ കോൺഗ്രസ് കാത്തിരിക്കുന്ന നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി മാത്രമാണ്, യാതൊരു സംശയവുമില്ല. ഉമ്മൻചാണ്ടി വരട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സിൽ കൂടുതലാണ്. ബാക്കി ഈ സ്ഥാനാർത്ഥികളാകാൻ പോകുന്നവരിൽ 70 വയസ്സിന് അധികം പ്രായമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെട്ടി കുറച്ചു. ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ ഒരു 60 വയസ്സിൽ പ്രധാനപ്പെട്ട പലർക്കും ഇത്തവണ സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ? ഉണ്ടാവും. സീറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം കെ സി ജോസഫിന് ഇപ്പം വെട്ടിക്കളഞ്ഞു എന്നാണ് കേട്ടത്. അങ്ങനെയാണ് കേട്ടത്. അതുപോലെയുള്ള കുറേ പേരുടെ പേര് തിരുവനന്തപുരം ഭാഗത്ത് കുറേ പേരുണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കാണാം. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സിന് മത്സരിക്കാൻ ധാരാളം സീറ്റുകളുണ്ട്. കാരണം കഴിഞ്ഞ തവണ MLA-മാർ, സിറ്റിംഗ് MLA-മാർ എന്ന് പറയുന്ന ഒരു വർഗം വളരെ കുറവാണ്. അതുകൊണ്ട് ആ സീറ്റുകളൊക്കെയും തുറന്ന് ഓപ്പൺ കോട്ടയിലേക്ക് വരികയാണ്. അപ്പോൾ മത്സരിക്കാൻ ഇഷ്ടംപോലെ സീറ്റുണ്ട്. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർക്ക് പറ്റിയ ഒരു സാഹചര്യമാണ്, ഒരു കോണ്ടെക്സ്റ്റാണ് ഈ മത്സരം. പരമാവധി യുവാക്കളെ, ചെറുപ്പക്കാരെ കയറ്റിവിടാൻ പറ്റിയ ഒരു സാഹചര്യമാണ്. അത് നേതൃത്വം പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് ശ്രമിക്കുകയാണ് വേണ്ടത്. അഡ്വക്കേറ്റ് സലിം, ഇപ്പോൾ വരുന്ന വാർത്തകൾ അതൊക്കെ നാളെയാണ് അതിൻ്റെ ആധികാരികമായ ഒരു വിലയിരുത്തലിലേക്ക് പോകാനാകും. ഇത് താങ്കൾ ഇങ്ങോട്ട് പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറയുന്നു എന്ന് മാത്രം. 2016 ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ A ഗ്രൂപ്പിലെ വളരെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കൾക്ക് സീറ്റ് വേണം എന്ന ഉമ്മൻചാണ്ടിയുടെ അദമ്യമായ ആഗ്രഹം, അതിപ്പോൾ KC ജോസഫിൻ്റെ കാര്യത്തിൽ, K ബാബുവിൻ്റെ കാര്യത്തിൽ,
ഒക്കെ വരുന്നു. അതുപോലെ തന്നെ ഈ യുവാക്കൾക്ക് പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ തന്നെ PC വിഷ്ണുനാഥിന് ഉചിതമായ ഒരു സീറ്റ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നൊരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ തരത്തിലേക്ക് ഈ സീനിയേഴ്സായിട്ടുള്ള ആളുകൾക്ക് ഇത്തവണ സീറ്റ് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം അത് വലിയ തോതിൽ സംഭവിക്കാനിടയുണ്ടോ? ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അങ്ങനെയാണ്, KC ജോസഫിനും K ബാബുവിനും സീറ്റ് ഉണ്ടാവില്ല എന്ന തരത്തിലാണ്. അല്ല ശരത്തെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഓരോ 5 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഉണ്ടാകുന്ന സ്വാഭാവികമായ മാറ്റം, അനിവാര്യമായ പുതുമ, ഇതൊക്കെ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ പോലെ കോൺഗ്രസിനും ഇതൊക്കെ ബാധകമാണ്. അപ്പം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ അത് പിന്നെ ജേക്കബ് ജോർജ് എന്തായാലും പറഞ്ഞു, ശരത്ത് സമ്മതിച്ചു, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും പുതുമയുള്ള ഈ കേരളീയ സമൂഹത്തിൽ ഏറെ സ്വീകരിക്കപ്പെടുന്ന യുവത്വവും പരിചയസമ്പന്നതയും ഒക്കെ സമന്വയിക്കുന്ന വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് നാളെ വൈകുന്നേരം 6 മണിക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇപ്പോൾ അറിയിച്ചതുപോലെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇവിടെ ഈ നിങ്ങൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുന്ന മാറ്റങ്ങൾ വരുമ്പോൾ ചില സീനിയറായ ആളുകൾ ഒഴിവാക്കപ്പെടുന്നു, മാറ്റപ്പെടുന്നു. ഇന്നൊക്കെയുള്ള ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇതൊക്കെ പൊതുമാധ്യമ വാർത്തകളാണ്, ഒരു കേന്ദ്രത്തിലെ മാത്രം സൃഷ്ടിയല്ല ഇതൊന്നും. അല്ല, ഞാൻ പറയുന്നത് അത്തരം ചില പദങ്ങൾ ചേർത്ത് വെക്കുകയാണ്. CPM-ൽ തോമസ് ഐസക്കിനും സുധാകരനും സീറ്റ് നൽകുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ ഒരു വട്ടം മാത്രം ജയിച്ച സ്ഥാനാർത്ഥിയെ ഒരു മാനദണ്ഡവുമില്ലാതെ ഈ CPM-ൻ്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് വേണ്ടി സീറ്റ് മാറിക്കൊടുക്കുന്നതിലൊക്കെ അതൊക്കെ കേരളത്തിൽ ഏറെ പുരോഗമനാത്മകമായ, അതല്ലെങ്കിൽ യുവത്വത്തിന് വഴിമാറുന്നു എന്ന് പറയുമ്പോൾ ആ സീറ്റ് കൊടുത്തത് ഒരു റിട്ടയർഡ് ഹാൻഡിലാണ്. ഞാനിപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിനെതിരായി ഞാൻ പറയുന്ന ഒരു ആരോപണമായി ഇതിനെ കാണരുത്. കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് ഇത്തരം ചില തീരുമാനങ്ങൾ എടുക്കും. അത് നിങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്ന പല സ്ഥാനാർത്ഥികളും ഞാൻ മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ പരിഗണിക്കരുതെന്ന് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ എനിക്കറിയാം. KC ജോസഫിനെയൊക്കെ ആ ഗണത്തിൽ പെടുത്തുന്നുണ്ടോ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അല്ല, നമുക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വർഷങ്ങളായി നിരന്തരമായി ജയിച്ചു വരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ജയിക്കുന്ന ഇരിക്കൂർ നിയമസഭാ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം കാണിച്ച നേതാവാണ് ശ്രീ KC ജോസഫ്. KC ജോസഫിന് അപ്പോൾ 2016 ഓർക്കണം, അന്ന് വലിയ പ്രാദേശികമായ എതിർപ്പ് ഉയർന്നിട്ടും അതിനെ അതിജീവിച്ച് അവിടെ തന്നെ അദ്ദേഹം മത്സരിച്ചു. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത്തവണ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ കഴിയില്ല. പോട്ടെ, ഇരിക്കൂറിൽ ഇപ്പോൾ A ഗ്രൂപ്പ് പ്രവർത്തകരെന്താണ് ചെയ്തത്? പാർട്ടി ഓഫീസ് പൂട്ടിപ്പോകുന്ന നിലയിൽ അവിടെ സംഭവിച്ചില്ലേ? അവിടെ ഈ പറഞ്ഞ പോലെ സോണി സെബാസ്റ്റ്യൻ ഇരിക്കൂർ സീറ്റ് നഷ്ടപ്പെടുന്ന നിലയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന പ്രതിഷേധം വീണ്ടും ഇരിക്കൂർ ആ വിധത്തിൽ ശ്രദ്ധാകേന്ദ്രമാണ്. KC ജോസഫ് പോയതുകൊണ്ട് മാത്രം ഒതുങ്ങിയിട്ടില്ല കാര്യങ്ങൾ. അല്ല, ഇരിക്കൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കേരളത്തിലെ ഈ ഒരു നിയമസഭാ സീറ്റിലും 21 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെന്നുള്ള ഒരു പൊതു തീരുമാനത്തിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചു കേരളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കോൺഗ്രസിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചില അഭിപ്രായങ്ങളും പ്രതികരണങ്ങളുമൊക്കെ, പക്ഷേ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ചരിത്രത്തിൽ നേരിയ പ്രതികരണങ്ങൾ മാത്രമുള്ള ഒരു കാലം കൂടിയാണ് ഇന്ന് ഓർക്കണം. ഇവിടെ കുറ്റ്യാടിയും പൊന്നാനിയും CPM പോലെയുള്ള ഒരു പാർട്ടി ഒരു ചെങ്കൊടി ഏന്തി തെരുവീതിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന അഭൂതപൂർവമായ ഒരു പ്രതികരണത്തിലൂടെ വർത്തമാനകാല രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ ഈ CPM-ൻ്റെ സ്ഥാനാർത്ഥിനെ നടക്കുമ്പോൾ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി നമ്മുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്
കോൺഗ്രസ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് ജേക്കബ് ജോർജ് ആദ്യം പറയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ സലീം പറഞ്ഞു, ഞാൻ റജി ലൂക്കോസിലേക്ക് പോകും. അദ്ദേഹം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കേട്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ ഇതിനപ്പുറം നടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണോ ശ്രീ സലീം പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ഇരിക്കൂറിൽ പാർട്ടി ഓഫീസ് പൂട്ടുന്നു, ഇപ്പോൾ തൃപ്പൂണിത്തുറയിലും തിരുവനന്തപുരത്തും. ഞാൻ പറഞ്ഞത് കോൺഗ്രസില് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. സ്വാഭാവികമായും പ്രതികരണങ്ങൾ ഉണ്ടാവും. ആ പ്രതികരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് സംശയമുണ്ട്. ഇന്നത്തെ വാർത്തകളിൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ ശിവകുമാർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ വന്നിട്ടുള്ള പോസ്റ്റർ പ്രതിഷേധങ്ങൾ, കെ ബാബുവിനെതിരെ തൃപ്പൂണിത്തുറയിൽ വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഇരിക്കൂറിൽ പോസ്റ്ററും അതുപോലെ തന്നെയാണ് പാർട്ടി ഓഫീസ് പൂട്ടുന്ന നിലയിൽ എ ഗ്രൂപ്പ് എടുത്തിട്ടുള്ള സ്റ്റാൻഡ്. താങ്കൾ നേരത്തെ കെ സി ജോസഫിനെ കുറിച്ച് പറഞ്ഞു, ഇരിക്കൂറിൽ മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ ഈ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞില്ല. ഈ മധ്യ തിരുവിതാംകൂറിൽ കോട്ടയം ജില്ലയിൽ എവിടെയെങ്കിലും ഒരു സേഫായ സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന നിലയിലാണ് ഈ വൈകുന്നേരവും അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ സീറ്റില്ല എന്ന വിവരമാണ് ഡൽഹിയിൽ നിന്ന് വാർത്തകളിൽ വന്നിട്ടുള്ളത്. ശ്രീ സലീം അല്ലേ, ഞാൻ ചോദിക്കട്ടെ, ഈ പോസ്റ്റ് പതിക്കുന്നതിനെ കുറിച്ച് എ കെ ബാലൻ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. ഇരുട്ടിന്റെ സന്ധികൾ എന്നുള്ള വാക്ക് ഞാൻ ഒഴിവാക്കുന്നു. ഇരുട്ടിന്റെ മറവിൽ എന്ന് പറയുന്നത് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതാണോ ഈ നമ്മുടെ സമൂഹത്തിന്റെ പ്രതികരണമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നെങ്കിൽ? അല്ല, ഞാൻ പറഞ്ഞത് ഈ പിന്നെ വളരെ ഇരിക്കൂറൊക്കെ ഞാൻ ആ വിഷ്വൽ കാണുന്നുണ്ട്. ആ വിഷ്വലൊക്കെ നിങ്ങൾക്ക് ആ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഞാൻ അവിടെ 5-6 നേതാക്കന്മാരുടെ പേര് പറയാം, ഒരാളുടെ മുഖം ഒന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞത് വളരെ ഈ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ആരെങ്കിലും ഒരു ഇതുപോലെ ഒരു പ്രതികരണം നടത്തിയാൽ അതാണ് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുതിയ കാല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്ന പ്രതികരണങ്ങൾ എന്നുള്ള ഒരു സാമാന്യവൽക്കരണത്തിലേക്ക് പോകുന്നതിന് അത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചില മണ്ഡലങ്ങളിൽ കുറ്റ്യാടിയും പൊന്നാനിയും അത് വ്യത്യസ്തമാണെന്ന് ശരത്തിന് സമ്മതിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്കെന്ത് ബുദ്ധിമുട്ട്? അത് ശ്രീ സലീമിന്റെ വാദം, സലീമിന്റെ നിലപാട്, സലീം അത് പറയുന്നു. ജേക്കബ് ജോർജ് അദ്ദേഹത്തിന്റെ വാദം, നിരീക്ഷണങ്ങൾ പറയുന്നു. ശ്രീ റജി ലൂക്കോസ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പറയാനും പോകുന്നു. അതിനുള്ളൊരു അവസരമൊരുക്കുക, അതിന് കേൾക്കുന്നവർക്ക് അതിൽ നിന്ന് ശരിയായ കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാൻ അവസരമൊരുക്കുക എന്നതിനപ്പുറത്തേക്ക് എന്താണ്? ഇവിടെ ശ്രീ റജി ലൂക്കോസ്, നേരത്തെ തന്നെ ശ്രീ ജേക്കബ് ജോർജ് തുടങ്ങിയപ്പോൾ PC ചാക്കോ, PJ കുര്യൻ ഇവരൊക്കെ സ്ഥാനമോഹികളാണ് എന്ന നിലയിൽ അവരിപ്പോൾ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തെക്കുറിച്ചെടുത്ത രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ഒരു ഗൗരവത്തെ അദ്ദേഹം ആ നിലയിൽ അതിനെ കുറച്ചാണ് കാണുന്നത് എന്നതൊരു പ്രശ്നം. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ലക്ഷണം 2016 ഈ പറഞ്ഞ പേരുകാർക്കൊക്കെ വേണ്ടി ഉമ്മൻചാണ്ടി അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അതിൽ പലരെയും രക്ഷിച്ചെടുക്കാനായി ബെന്നി ബെഹനാനെ പോലുള്ളവർക്ക് സീറ്റ് മേടിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നു. ഏതാണ്ട് അതിൻ്റെ സ്വഭാവത്തിലുള്ള അതിൻ്റെ ലക്ഷണമൊത്ത രീതികൾ ഈ 2021 ഈ പറഞ്ഞ എല്ലാ പുതിയ മാറ്റങ്ങൾ, യുവാക്കൾക്ക് നല്ല പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, പല തവണ നിന്ന് പാർലമെൻ്ററി രംഗത്ത് നിന്നൊക്കെ മാറി നിൽക്കണമെന്നൊക്കെ പറയുമ്പോഴും ശ്രീ ഉമ്മൻചാണ്ടി എടുക്കുന്നൊരു നിലപാട് പഴയതിൻ്റെ 2016 ഒരു ആവർത്തനം ആകുന്നുണ്ടോ? അതുകൂടി ചേർത്ത് ശ്രീ റജി. ആ ശരത്ത് നമ്മൾ അതിനെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണണം. അതായത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ 2016 എടുത്ത ചില നിർബന്ധ ബുദ്ധി, അത് VM സുധീറിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നിർബന്ധ ബുദ്ധിയും ഒടുവിൽ ബെന്നി ബെഹനാൻ സീറ്റ് കൊടുക്കാതെ കൊണ്ട് PT തോമസിനെ അവിടെ കെട്ടിയിറക്കേണ്ട സാഹചര്യം വന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ കാണണം, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പ്രചരണ സമിതിയുടെ ചെയർമാനായിട്ട് ഡൽഹിയിൽ നിന്നും ഒരു പുതിയ വേഷത്തിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ പിടി, അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം, ഈ സീറ്റ് വിഭജന ചർച്ച ഇതുവരെയുള്ള നമ്മുടെ സൂചന അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കുറയുന്നതായിട്ട് ഒരു ദുർബലനായ ഉമ്മൻചാണ്ടിയാണ് ഇപ്പം കേരളം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം? നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഉമ്മൻചാണ്ടിയുടെ തിരിച്ചുവരവും രമേശ് ചെന്നിത്തല മൂലയ്ക്ക് ഇരുത്തിക്കൊണ്ട് ഇദ്ദേഹം ഒരു അപ്രമാദിത്വം നേടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളെല്ലാം നമ്മുടെ മുന്നിലുള്ളപ്പോൾ, പക്ഷെ ഇന്നും തൻ്റെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടി സീറ്റ് കൊടുക്കാനായിട്ടുള്ള ബാർഗെയിനിങ്ങിലും ഇല്ല എങ്കിൽ താൻ തന്നെ മത്സരിക്കത്തില്ല എന്നുള്ള ഒരു ഭീഷണിയുടെ ഒരു ഗതികേട് അവസ്ഥയിലേക്കാണ് ഉമ്മൻചാണ്ടി എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ളതാണ് പരമമായ സത്യം. ഇപ്പോൾ PC വിശ്വനാഥ് അദ്ദേഹത്തിൻ്റെ ഒരു ചാവേറാണ്, അവരുടെ ഗ്രൂപ്പിൻ്റെ ഒരു വലിയ വക്താവാണ്. PC വിശ്വനാഥിന് ഒരു സീറ്റ് നിലവിൽ കൊടുക്കാൻ പറ്റുന്നില്ല.
അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വനിതാ നേതാവുണ്ട് കോട്ടയം ജില്ല എന്നുള്ളത്. അവർക്ക് ഒരു സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം. തന്നെയുമല്ല, മറ്റൊരു ഏറ്റവും വലിയ ഗതികേടെന്ന് പറയുന്നത് വളരെ തന്ത്രപരമായിട്ട് നിയമത്ത് മത്സരിക്കാൻ ഉള്ളൊരു പ്രതീതി അദ്ദേഹം തന്നെ മെനഞ്ഞൊരു കഥയുണ്ട്. അന്നൊരു ചാനലിൽ ഞാൻ പറഞ്ഞാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്നുള്ളത്. തന്റെ മകനെ പുതുപ്പള്ളിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു എന്താ പറയുക താരതമ്യേന ഒരു ഫൈറ്റിംഗ് മൂഡിലുള്ള നിയമത്ത് മത്സരിച്ച് ഒരു വീരപരിവേഷം അനുസരിച്ച് വീണ്ടും ഒരു താരപരിവേഷത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് മകനൊരു പാത വെട്ടിത്തുറക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും ദയനീയമായിട്ട് പരാജയപ്പെടുന്ന ഒരു ഉമ്മൻചാണ്ടി അത് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ ആ അവസരം ഇപ്പോഴും ഉണ്ടല്ലോ. അദ്ദേഹം സ്വയം അതങ്ങ് തീരുമാനിച്ചാൽ പോരെ, നിയമത്ത് ഞാൻ മത്സരിക്കാം, ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും പുതുപ്പള്ളിയിൽ ആര് വരണം എന്ന് തീരുമാനിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ? അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ? താങ്കൾ പറയുന്ന വാദം അല്പം ദുർബലമാണോ? അല്ലല്ല, അതിന് സാധ്യത വളരെ കുറവാണ് ശരത്തെ. കാരണം ഉമ്മൻചാണ്ടി മകനെ അവിടെ പുതുപ്പള്ളി സ്ഥാനാർത്ഥിയാക്കി അവരോധിച്ചുകൊണ്ട് നേമത്ത് രംഗപ്രവേശനം ചെയ്യാനായിട്ട് അദ്ദേഹം എന്താ പറയുക അദ്ദേഹത്തിന്റെ ഗതികേട് കൊണ്ട് അദ്ദേഹം അത് അന്നേ പാടെ നിഷേധിച്ചു. പുതുപ്പള്ളി എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ പോലെയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ആ സാധ്യത നിഷേധിച്ചു കളഞ്ഞു. പക്ഷേ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊരു സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിനോട് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോട് മത്സരിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ 2 ദിവസമായിട്ട് ഹൈക്കമാൻഡ് ചോദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഉമ്മൻചാണ്ടി സാർ അങ്ങനെ റിസ്ക് എടുക്കുന്നുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ മകനെ പുതുപ്പള്ളിയിൽ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജെയ്ക് തോമസ് എന്ന് പറയുന്ന മിടുക്കനായ പുതുപ്പള്ളിയുടെ പുത്രൻ ആ ചെറുപ്പക്കാരനെ പരാജയപ്പെടുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളവരും കോട്ടയത്ത് നിന്ന് സംസാരിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാർ അങ്ങനെ റിസ്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കുശാഗ്രബുദ്ധിയായ രാഷ്ട്രീയക്കാരന്റെ പിടിയായിരുന്നു കോൺഗ്രസിൽ എന്നതിനകത്ത് യാതൊരു തർക്കമില്ല. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയാം. രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഈ ജോസഫ് വാഴക്കനും അതുപോലെ തന്നെ നമ്മുടെ മാത്യു കുഴൽനാടനും. ജോസഫ് വാഴക്കന് മൂവാറ്റുപുഴ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെല്ലാം മെനഞ്ഞെങ്കിലും ഒടുവിൽ ജോസഫ് വാഴക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കുന്നു. ആ ഒരു പരിധിവരെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി. അതുതന്നെയാണ് ജോസഫ് വാഴക്കന്റെ ജന്മനാടാണ് കാഞ്ഞിരപ്പള്ളി. മാത്യു കുഴൽനാടനെ ചാലക്കുടിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. ചാലക്കുടിയിൽ നിന്ന് വൻ പ്രകടനം ഉണ്ടായി കോൺഗ്രസിന്. ഈ കുഴൽനാടനെ അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നതിനെതിരായിട്ട് വൻ പ്രകടനം ഉണ്ടായി. അവിടെ ഒരു അമേരിക്കൻ മലയാളിയായ പോൾ പറമ്പി എന്ന് പറയുന്ന ഒരു നല്ലൊരു കോൺഗ്രസ്സുകാരൻ 3-4 വർഷമായിട്ട് മണ്ഡലത്തിൽ പ്രവർത്തിച്ച് അദ്ദേഹം കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്തെല്ലാം KSU യൂത്ത് കോൺഗ്രസിലൊക്കെ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നതിൽ അവസാന ഘട്ടം വന്നപ്പോൾ നാട്ടുകാരനോടാണ് ഈ കുഴൽനാടൻ അവിടെ ഇറക്കുമതി ചെയ്തതിന്റെ പേരിൽ അവിടെ ഇപ്പൊ ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവരിപ്പോ പറഞ്ഞല്ലോ കുറ്റ്യാടിയിൽ പ്രശ്നം ഉണ്ടായത്. കുറ്റ്യാടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് സലീം. ഒറ്റ ആൾ പോലും CPM-നെതിരെ ഒരു മുദ്രാവാക്യം മുഴക്കിയിട്ടില്ല. അവരുടെ ഒരു വികാരോടെ പ്രവർത്തിച്ചത് മാത്രമേ ഉള്ളൂ. അവർ CPM-ൽ അടിയുറച്ചു നിൽക്കുന്ന സഖാക്കളാണ്. അവർ ഒരു വാക്ക് പോലും CPM-നെതിരെ മിണ്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പാർട്ടിയുടെ വേറൊരു ഗതിയോട് ഞാനോട് പറയാം. അതായത് BJP നിങ്ങളുടെ ലിസ്റ്റ് വരാൻ കാത്തിരിക്കുന്നു. അത് പരസ്യമായിട്ട് സുരേന്ദ്രൻ പറഞ്ഞു. എന്താ കാരണം? നിങ്ങളുടെ പാർട്ടിയിൽ സീറ്റ് കിട്ടാത്തവരെ സ്ഥാനാർത്ഥികളാക്കി നിങ്ങളുടെ പാർട്ടിക്കെതിരെ മത്സരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പലരും അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുകയാണ് ബസ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ BJP കഴുകനെ പോലെ കാത്തിരിക്കുന്നു. സീറ്റ് കിട്ടാത്തവരെ അണിനിരത്തിക്കൊണ്ട് ഒരു ബദൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിങ്ങൾക്കെതിരെ മത്സരിപ്പിക്കാനായിട്ട് BJPയുടെ സ്ഥാനാർത്ഥികളുടെ മത്സരിപ്പിക്കാനായിട്ട് BJP ഇവിടെ കാത്തിരിക്കുന്നു. പല നേതാക്കളും അങ്ങോട്ട് പോകുന്നതായിട്ടുള്ള സൂചനകൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയട്ടെ, എനിക്ക് കിട്ടിയ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പലരും പറഞ്ഞ് NCP-യിലേക്കായിരിക്കും PC ചാക്ക പോകണമെന്നുള്ളവരും. പക്ഷെ PC ചാക്കയുടെ പോക്ക് BJP-യിലേക്കാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കുന്നത്. ഡൽഹിയായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ PC ചാക്ക ഒരു അന്തസ്സായ നിലപാടെടുത്തു. ഈ പറഞ്ഞ KB തോമസിനെ പോലെയോ PJ കുര്യനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ AV ഗോപിനാഥിനെ പോലെയോ ബാർഗെയിൻ ചെയ്തത് എന്തെങ്കിലും പൊസിഷൻ മേടിക്കുന്നതിന് പകരം ഒരക്ഷരം പോലും മുൻകൂട്ടി ബഹളം വെക്കാതെ കൊണ്ട് അതായത് അന്തസ്സായിട്ട് പടിയിറങ്ങിപ്പോയി. ഇനി ഈ പാർട്ടി നിൽക്കത്തില്ല. ഇത് രണ്ട് A എന്ന് പറയുന്ന B എന്ന് പറയുന്ന 2 പാർട്ടികളുടെ കോർഡിനേഷനാണ് കേരളത്തിൽ. ഇത് അപജയം വന്ന് നശിച്ചുപോയി എന്നും പറഞ്ഞുകൊണ്ട് 55 വർഷത്തെ തന്റെ കോൺഗ്രസ് ബാന്ധവം അതിൽ 3 കൊല്ലം അദ്ദേഹം മാറിപ്പോയിട്ടുള്ളൂ. ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ യാത്ര BJP-യിലേക്കാണ്. ശരത് അതിനകത്ത് അപകടമുണ്ട്. ഈ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. കോൺഗ്രസിൽ നിന്ന് പോകുന്ന പാർട്ടിക്കാരിൽ നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷവും ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനമായ ജനാധിപത്യ വിരുദ്ധ പ്രസ്ഥാനമായ BJP-യിലേക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അതാണ് നമ്മൾ ഇനിയിപ്പോൾ നാളുകളിൽ കാണാൻ പോകുന്നത്. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം സംസാരിച്ചപ്പോൾ പുതിയ വിഷയങ്ങളിലേക്ക് പോയി. നമുക്കത് പിന്നാലെ വരുമ്പോൾ തന്നെ ഇപ്പോൾ PC ചാക്കോയുടെ കാര്യം എടുക്കാം. ശ്രീ ജേക്കബ് ജോർജ് ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല. അദ്ദേഹം സാധാരണ ഇത് വരുമ്പോൾ എങ്ങോട്ടേക്ക് പോകുന്നു എന്നൊരു സൂചന കൂടി നൽകിയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തേനെ.
അങ്ങോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ പറയുന്നത് എന്ന നിലയിൽ പറയാമായിരുന്നു. പക്ഷേ ബുദ്ധിമാനായ ചാക്കോ വളരെ പരിശുദ്ധനായ ഒരു കോൺഗ്രസ്സുകാരൻ്റെ പരിവേഷം ആ നിലയിൽ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നലെ സംസാരിച്ചത്. ഇപ്പോഴും ആ ഒരു ആനുകൂല്യം ചാക്കോയ്ക്ക് കിട്ടുന്നുണ്ട്. അതൊരു ഭാഗത്ത്. നേരത്തെ റെജി ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. 2016 നമ്മൾ സംസാരിച്ചു. ദുർബലനായ ഉമ്മൻചാണ്ടിയാണോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രമേശിന് പകരം ഇറക്കിയ ഉമ്മൻചാണ്ടി ഒടുവിൽ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാലത്ത് മുൻപ് കാലങ്ങളിലൊക്കെ എ ഗ്രൂപ്പിന് വേണ്ടി എത്രമാത്രം പടവെട്ടേണ്ടി വന്നോ അതുപോലെ തന്നെ വീണ്ടും ഹൈക്കമാൻഡിന് മുമ്പിൽ പിടിച്ചു നിൽക്കേണ്ട, ശാഠ്യം പിടിക്കേണ്ട നിലയിൽ മറ്റൊരർത്ഥത്തിൽ ദുർബലനായ ഉമ്മൻചാണ്ടിയായി നിൽക്കുകയാണോ എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഘടകങ്ങൾ KC ജോസഫ്, അതുപോലെ തന്നെ വിഷ്ണുനാഥ് തുടങ്ങിയ എ ഗ്രൂപ്പുകാരുടെ സീറ്റിൻ്റെ കാര്യത്തിൽ പരിശോധിച്ചാൽ സംഭവിക്കുന്നുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ? റെജി ലൂക്കോസ് പറഞ്ഞത് നമ്മുടെ PC ചാക്കോയുടെ കാര്യം, അതെ, PJ കുര്യൻ സാറിൻ്റെ കാര്യം, അതേപോലെ PC വിഷ്ണുനാഥ്. ഇത് PJ കുര്യൻ 1980 മാവേലിക്കര മണ്ഡലത്തിൽ ലോക്സഭയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആൻ്റണി പക്ഷത്തിൻ്റെ സീറ്റായിരുന്നു അത്. AK ആൻ്റണിയും ചെറിയാൻ ഫിലിപ്പും കൂടാണ് PJ കുര്യൻ സാറിന് സീറ്റ് കൊടുത്തത്. അദ്ദേഹം കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിലെ ഫിസിക്സ് അധ്യാപകനായിരുന്നു. ടു ബി പ്രിസൈസ് എൻ്റെ സാറും കൂടെ ആയിരുന്നു. അപ്പോൾ ഓർക്കണേ, 80 PC ചാക്കോ, എനിക്ക് ഓർമ്മയായപ്പോൾ മുതലേ PC ചാക്കോ ആൻ്റണി പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഇവരാണ് ഇന്ന് ഗ്രൂപ്പാണെന്ന് പറയുന്നത്. ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നേതാക്കളായവരാണിവർ, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ കിട്ടിയവരാണിവർ. പക്ഷേ ചാക്കോ ഉന്നയിക്കുന്നതിലൊരു പ്രശ്നമുണ്ട് സർ. അദ്ദേഹം പറയുന്നത് ആൻ്റണിയും കരുണാകരനും ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അന്നുപോലും സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്ന പൊതു ആലോചനകളെ രമേശും ഉമ്മൻചാണ്ടിയും ഇല്ലാതാക്കി. പരമാവധി ഐ ഗ്രൂപ്പ് സീറ്റുകൾ, പരമാവധി എ ഗ്രൂപ്പ് സീറ്റുകൾ. താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ നിയമസഭാ കക്ഷിയിലെ എണ്ണമാണ് പ്രധാനം. 2016 എന്തുകൊണ്ടാണ് ആ ക്ലെയിം ഉപേക്ഷിച്ച് രമേശ് ചെന്നിത്തല പിൻവാങ്ങിയത്? 2016 പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ്? ഉമ്മൻചാണ്ടിക്കായിരുന്നില്ല, എ ഗ്രൂപ്പിനായിരുന്നില്ല ഭൂരിപക്ഷം, ഐ ഗ്രൂപ്പിനായിരുന്നു. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ പൊടുന്നനവെ രമേശ് ചെന്നിത്തല പിൻവാങ്ങിയത് എങ്ങനെയാണ്? ഞാൻ ആ പദവിയിലേക്ക്, കാരണം എ ഗ്രൂപ്പിനായിരുന്നു ഭൂരിപക്ഷം. ആ സാഹചര്യം കുറെ കൂടി ശക്തമായി മാറിയിരിക്കുന്നു കേരളത്തിൽ എന്നാണ് ചാക്കോ പറഞ്ഞത്. അതെ, അതൊക്കെ ശരിയാണ് ശരത്തെ. അത് PC ചാക്കോ പറയുമ്പോഴാണ് കുറ്റമാകുന്നത്, അത് PJ കുര്യൻ സാർ പറയുമ്പോഴാണ് പ്രശ്നമാകുന്നത്. കാരണം ശരത്തോ ജയിക്കബോ പറയുന്നതിന് കുഴപ്പമില്ല, കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, നമുക്കത് പറയാം. പക്ഷേ താങ്കൾ പറയുന്നത് ചാക്കോ അതിന് വഴങ്ങി മിണ്ടാതെ ഉരിയാടാതെ ആ പാർട്ടിക്കകത്ത് നിൽക്കണം പറഞ്ഞോട്ടെ, പറയുന്നത് എനിക്ക് രാഷ്ട്രീയം മനസ്സിലാവും. നമുക്കതിനകത്ത് ഞാൻ വിമർശിക്കുന്നത്, ഗ്രൂപ്പിൻ്റെ പേരിൽ ഇത്രയും കാലം ജീവിച്ചിട്ട്, ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് 70-ാം വയസ്സിൽ 75-ാം വയസ്സിൽ ഇത് മുഴുക്കൻ ഗ്രൂപ്പാകട്ടോ എന്ന് പറയുന്നതിൻ്റെ നിരർത്ഥകതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിനകത്ത് രാഷ്ട്രീയമായ ആത്മാർത്ഥതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതാ എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും. പക്ഷേ ഒരു തെറ്റിനെ, ഒരു പിശകിനെ പിന്നെ ആ പാർട്ടിക്കകത്ത് ആര് തിരുത്തും, ആര് ചൂണ്ടിക്കാട്ടും? അപ്പോൾ പിന്നെ അതിനുള്ള വഴി അടച്ചാണ് ശ്രീ ജേക്കബ് ജോർജ് ആ പ്രശ്നങ്ങളെ കാണുന്നില്ല. അത് തിരുത്തും എന്ന് പറയുന്നത്, അത് ഞാൻ പറയാം, അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇതേ ഇപ്പം പറഞ്ഞല്ലോ, ദുർബലൻ, ഉമ്മൻചാണ്ടി ദുർബലനാണെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയണമല്ലോ. ഉമ്മൻചാണ്ടി ദുർബലനാണ്, ശാരീരികമായി ദുർബലനാണ്, പ്രായാധിക്യം ദുർബലനാണ്, രാഷ്ട്രീയമായിട്ട് ദുർബലനാകാൻ തുടങ്ങുകയാണ്. കാരണം എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? PC ചാക്കോയെ ആരും വിളിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി. കാരണം എന്താ? പ്രായാധിക്യമാണ്. ആൻ്റണിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, AK ആൻ്റണി ആര് എന്തുകൊണ്ട് വിളിച്ചില്ല? എക്കാലത്തെയും ഈ നമുക്കതിനകത്ത് ഞാൻ വിമർശിക്കുന്നത്, ഗ്രൂപ്പിൻ്റെ പേരിൽ ഇത്രയും കാലം ജീവിച്ചിട്ട്, ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് 70-ാം വയസ്സിൽ 75-ാം വയസ്സിൽ ഇത് മുഴുക്കൻ ഗ്രൂപ്പാകട്ടോ എന്ന് പറയുന്നതിൻ്റെ നിരർത്ഥകതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിനകത്ത് രാഷ്ട്രീയമായ ആത്മാർത്ഥതയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അതാ എല്ലാവർക്കും ബാധകമാണ്, എല്ലാവർക്കും. പക്ഷേ ഒരു തെറ്റിനെ, ഒരു പിശകിനെ പിന്നെ ആ പാർട്ടിക്കകത്ത് ആര് തിരുത്തും, ആര് ചൂണ്ടിക്കാട്ടും? അപ്പോൾ പിന്നെ അതിനുള്ള വഴി അടച്ചാണ് ശ്രീ ജേക്കബ് ജോർജ് ആ പ്രശ്നങ്ങളെ കാണുന്നില്ല. അത് തിരുത്തും എന്ന് പറയുന്നത്, അത് ഞാൻ പറയാം, അത് എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഇതേ ഇപ്പം പറഞ്ഞല്ലോ, ദുർബലൻ, ഉമ്മൻചാണ്ടി ദുർബലനാണെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയണമല്ലോ. ഉമ്മൻചാണ്ടി ദുർബലനാണ്, ശാരീരികമായി ദുർബലനാണ്, പ്രായാധിക്യം ദുർബലനാണ്, രാഷ്ട്രീയമായിട്ട് ദുർബലനാകാൻ തുടങ്ങുകയാണ്. കാരണം എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റും? PC ചാക്കോയെ ആരും വിളിച്ചില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി. കാരണം എന്താ? പ്രായാധിക്യമാണ്. ആൻ്റണിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ, AK ആൻ്റണി ആര് എന്തുകൊണ്ട് വിളിച്ചില്ല?
എക്കാലത്തെയും ഈ ഗ്രൂപ്പ് പോരാട്ടം ഒക്കെ നടക്കുമ്പോൾ കരുണാകരനുമായിട്ട് മത്സരിച്ചാണ് ആന്റണി പിടിച്ചു നിന്നത്. ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവിടെ ഒന്നാമൻ? KPCC അധ്യക്ഷനായി ഞാനല്ലേ ഒന്നാമൻ? അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ചരിത്രത്തിലുണ്ട്, ഞാനല്ലേ ഒന്നാമൻ? കരുണാകരനോട് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ KPCC അധ്യക്ഷനായ ആന്റണി ചോദിച്ച ചോദ്യമാണ്. അങ്ങനെ കേരളത്തിൽ എന്നും എക്കാലവും ഒന്നാമനായിരുന്ന AK ആന്റണി ഇന്ന് രാഷ്ട്രീയ ചിത്രത്തിൽ ഇല്ലല്ലോ. ശരത്തെ കാലഹരണപ്പെടുകയാണ് നേതാക്കന്മാർ. ഇത് അനിവാര്യമാണ്. കോൺഗ്രസിൽ ഇത് വളരെ ശക്തമായിട്ട് വരും. നോക്കിക്കോ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് കുറെ ഏറെ പ്രസക്തരാകും എല്ലാ തട്ടിലുമുള്ളവർ. യെസ്, അത് സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ ഈ തലമുറ മാറ്റം സംഭവിക്കും. പക്ഷേ തലമുറ മാറ്റം സംഭവിക്കുമ്പോൾ പാർട്ടിക്ക് സംഘടനാപരമായ അപജയവും തകർച്ചയും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പകരം വരുന്നവരുടെ കോൺട്രിബ്യൂഷനും അവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. ആ നിലയിലാണ് രമേശ് ചെന്നിത്തല വിമർശിക്കപ്പെടുന്നത്, ആ നിലയിലാണ് ഉമ്മൻചാണ്ടി വിമർശിക്കപ്പെടുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി, ഞാൻ ശ്രീ സലിമിലേക്കാണ് വരുന്നത്. അതായത് പണ്ട് കാലത്ത്, ഇപ്പോൾ ചാക്കോ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചെന്താണ്? തെരഞ്ഞെടുപ്പ് സമിതി 40 അംഗ തെരഞ്ഞെടുപ്പ് സമിതി 2 തവണ ചേർന്നു, ഒരു പാനലും അവിടെ ചർച്ച ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ അവിടെ ചർച്ച ചെയ്ത് ആ ലിസ്റ്റാണ് സ്ക്രീനിങ് കമ്മിറ്റിക്ക് പോകുന്നത്. അവിടെയാണ് അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. സുധീരനും അദ്ദേഹവും ഒക്കെ ചോദിച്ചിട്ട് പോലും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പ്രാഥമികമായി ചർച്ച നടത്താൻ പോലും തയ്യാറായില്ല എന്ന് പറയാൻ PC ചാക്കോയ്ക്ക് അർഹതയില്ല എന്ന നിലയിലാണോ ആ പാർട്ടിയുടെ അവസ്ഥയെ നമ്മൾ വിലയിരുത്തേണ്ടത്? ഞാനത് ചോദിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായി കണ്ടിട്ടുള്ള ഒരു വാചകമില്ല ശ്രീ ജേക്കബ് ജോർജിൻ്റെ ഓർമ്മയിലേക്ക്. ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് മൂത്രമൊഴിക്കാനായി ആ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. മറ്റൊരു നേതാവ്, മറ്റൊരു ആൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുന്നു. അദ്ദേഹം പിന്നീട് കേരള രാഷ്ട്രീയത്തിലെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വളരെ പ്രബലനായ ആളായി മാറുന്നു. ഇന്നും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇന്ന് അപ്രസക്തനായി എന്ന് പറയുന്ന ശ്രീ ജേക്കബ് ജോർജ് എന്ന് പറയുന്ന ആളുകളൊക്കെ അതിൻ്റെ പേരിൽ ഒരുപാട് പരിഹാസവും രാഷ്ട്രീയ വിമർശനവും കേട്ടതല്ലേ? അത് ചാക്കോ പറഞ്ഞതുപോലെ താഴെത്തട്ടിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമിതിയിലാണ് എന്നുള്ളതാണ് പ്രശ്നം. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ രമേശോ ഉമ്മൻചാണ്ടിയോ തയ്യാറാകുന്നില്ല. ശ്രീ സലീം, ഇതാണ് വസ്തുതകൾ നിരത്തി PC ചാക്കോ പറയുന്നത് നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്. അവിടെയാണ് ഉമ്മൻചാണ്ടി ദുർബലനായിരിക്കുന്നു എന്ന പ്രശ്നം കൂടി ഈ ചർച്ചയിൽ ഇപ്പോൾ ഉയർന്നു വന്നത്. ശ്രീ ജേക്കബ് ജോർജും അത് പറയുകയുണ്ടായി. ശ്രീ സലീം, എനിക്ക് ഇത് മനസ്സിലാവുന്നില്ല. ഒന്ന്, ജേക്കബ് ജോർജ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, AK ആന്റണി എൻ്റെ പ്രസക്തി വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം പ്രേക്ഷകർക്കൂടെ മനസ്സിലാവേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പൊ പ്രസക്തി KC വേണുഗോപാലിനാണെന്നാണ് അതിന്റെ മറ്റൊരു അല്ല പറയട്ടെ, ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളും ശ്രീ AK ആന്റണി. ആ വിശേഷണമൊക്കെ ശരിയാണ്. അല്ല ആ വിശേഷണത്തിന് ഒരു നേരിയ പോറൽ പോലും ഏറ്റിട്ടില്ല. അത് സമ്മതിച്ചേ പറ്റൂ. കാരണം അത് AK ആന്റണിയുടെ ഒരു നിതാന്തമായ നിലപാട്, സമീപനം, അതാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്തിമ വാക്കല്ല അദ്ദേഹം. ആണോ ശ്രീ ജേക്കബ് ജോർജ്? ഞാൻ ചോദിച്ചല്ലോ. അല്ല, ഞാൻ അല്ല, ഞാൻ ചോദിക്കുന്നത്, ശരത് ഉദ്ദേശിക്കുന്നത് AK ആന്റണിയെ പോലെ ഒരു ദേശീയ നേതാവ് കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പറയുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ലോ. അല്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന ഈ ലിസ്റ്റുകളുടെ ഫൈനലൈസേഷനിൽ അദ്ദേഹത്തിന്റെ അന്തിമ വാക്ക് അത് പ്രധാനമാണ് എന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയം മനസ്സിലാക്കുന്നത്. കുറെ നാൾ മുമ്പ് വരെ മനസ്സിലാക്കി. ഞാൻ പറയാം, ഒരു കാര്യം കൂടെ പറയാം. എല്ലാ കാലങ്ങളിലും കേരളത്തിൽ നിന്ന് പോകുന്ന സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വ്യക്തികളിലേക്ക് പോകാറില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ടച്ച്, ഒരു സ്പർശം ഈ സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകൾ, സമീപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു ഇടപെടൽ അദ്ദേഹത്തിനുണ്ടാവാറുണ്ട്. ആ ഇടപെടലുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിന് അന്തിമ രൂപം നൽകും. നിങ്ങൾ പറയുന്ന പോലെ പേരുകൾ ഒരാൾ മാറുന്നു, ഒരാൾ ഒഴിവാകുന്നു. ഇപ്പം റെജി ലൂക്കോസ് പറഞ്ഞ പോലെ ഒരാൾ വരുന്നു, അതൊന്നും അല്ല വിഷയം. ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ പക്ഷേ ഇവിടെ ഉയർന്ന ഈ തെരഞ്ഞെടുപ്പിൽ സർ AK ആന്റണിയുടെ ക്രൂഷ്യൽ റോൾ ഒരു ചർച്ചാ വിഷയമൊന്നുമല്ല. താങ്കളുടെ സീനിയർ നേതാവിനെ കുറിച്ച് ബഹുമാനത്തോടെ പറഞ്ഞ നല്ല വാക്കുകൾ, ആ എയർ ടൈം ഞാൻ അനുവദിച്ചു തന്നതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി ദുർബലനായോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിടിവാശിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനും വലിയ പരിഗണന ലഭിക്കുന്നില്ല. ആ പേരുകൾ, A ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട പേരുകൾ.
ശരത്തെ ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ നിർണായകമായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായി ചുമതല നൽകിയ ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ഇവിടെ റെജി ലൂക്കോസ് പറഞ്ഞ പോലെ അത് അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവൊന്നുമല്ല. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് സ്ഥാനങ്ങളുണ്ടെങ്കിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആണെങ്കിലും പിന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലയുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണലായ ഒരു നേതാവാണ്. ഒരു സ്ഥാനമില്ലെങ്കിൽ പോലും രാഷ്ട്രീയത്തിൽ കരുത്തോടുകൂടി നിൽക്കാൻ മുഖ്യമന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും അല്ലെങ്കിലുമൊക്കെ ഒരേപോലെ നിൽക്കാൻ കഴിയുന്ന ഒരു നോംസ് ഉള്ളപ്പോൾ തന്നെ എന്റെ ആളുകൾക്ക് സീറ്റ് വേണം എന്നൊരു പിടിവാശി അദ്ദേഹം എന്തിനു കാഴ്ചവെക്കുന്നു? ഞാൻ ചോദിക്കുന്നത് ഇത് ആര് പറഞ്ഞതാണ്? ഉമ്മൻചാണ്ടി ഒരാൾക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറയുന്നത് ഈ വാർത്തയുടെ ഒരു ആധികാരികത എന്താണ്? നമുക്ക് വേണം പറയാം ഉമ്മൻചാണ്ടി ഇന്നപോലെ പറഞ്ഞു, അല്ല റെജി ലൂക്കോസ് ഇവിടെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ മുൻ അനുഭവങ്ങളുണ്ട്, പിന്നാലെ വരാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളും ബോധ്യങ്ങളും ഉണ്ട്. 2016 കണ്ടതല്ലേ അദ്ദേഹം വളരെ ശക്തമായി എടുത്ത. ഇനി അതൊക്കെ ഓർമ്മിപ്പിക്കണോ? ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്കും റെജി ലൂക്കോസിലേക്കും ഇത് പിണറായി വിജയൻ കെ ബാബുവിന് വേണ്ടി, ബെന്നി ബെഹനാന് വേണ്ടി VM സുധീരനെടുത്ത നിലപാട്, ബെന്നി ബെഹനാനെ ബലിയെടുക്കേണ്ടി വന്നത് ഉമ്മൻചാണ്ടിക്ക് ശരിയല്ലേ ശ്രീ ജേക്കബ് ജോർജ്? അതിന്റെ ബെന്നി ബെഹനാൻ ഇന്ന് ഇന്ത്യൻ പാർലമെന്റ് അതെ, അത് ഉമ്മൻചാണ്ടി പിന്നീട് ആ നിലയിൽ തന്നെ അതിനെ കണ്ടു എന്നാണ്. കെ ബാബുവിനെ വീണ്ടും ആ നിലയിൽ തൃപ്പൂണിത്തുറയിൽ മത്സരിപ്പിക്കണം എന്ന അദമ്യമായ ആഗ്രഹം ഉമ്മൻചാണ്ടിക്കുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല, ഇവിടെ ഉമ്മൻചാണ്ടി ഫൈറ്റ് ചെയ്യുന്നില്ല. ഈ കോൺഗ്രസ് ഇപ്പൊ ഈ ഒരു പ്രോസസ്സ് ഇവിടെ റെജി ലൂക്കോസ് ആരോപണം ഉന്നയിച്ചു. ഈ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, ആ കമ്മിറ്റി 3 തവണ കൂടി. ആ 3 തവണ കൂടി വളരെ മീനിങ് ഫുള്ളായ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ ഒരുപക്ഷെ എല്ലാ സ്ഥാനാർത്ഥികളെ കുറിച്ച് ചർച്ച ഉണ്ടാവത്തില്ല. അത് കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 100ഓളം സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ ബന്ധപ്പെട്ട് ഉള്ള ഒരു വളരെ ഡീറ്റെയിൽഡായ ഡിസ്കഷൻ അല്ല ഈ തെരഞ്ഞെടുപ്പ്. ശരി, പക്ഷേ പി സി ചാക്കോ ഉന്നയിച്ച വിമർശനത്തിന് ആ 40 അംഗത്തിൽ ഒരാൾ പോലും ചാക്കോ പറഞ്ഞത് തെറ്റാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചാക്കോ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ടാണ് സുധീരൻ സംസാരിച്ചത്. ചാക്കോ പാർട്ടി വിട്ടു പോയ ഒരാളല്ലേ? എനിക്ക് ശ്രീ സലിമിനോട് അത്ഭുതമില്ല. കാരണം അറിയോ, വെറും 5 മിനിറ്റ് പോലും എടുക്കാതെ രാഹുൽ ഗാന്ധി ടാറ്റ പറഞ്ഞയാളാണ് ചാക്കോയോട്. നിങ്ങൾക്ക് പോകണമെന്നത് അത്ര അത്യാവശ്യമാണോ എന്ന മറുചോദ്യം ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പോകാൻ തീരുമാനിച്ച ഒരാള് ചാക്കോയോട് പിന്നെ താങ്ക് യു എന്ന് ചാക്കോ തിരിച്ച് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു താങ്ക് യു എന്ന മെസ്സേജ്. പോകാൻ തീരുമാനിച്ച ഒരു നേതാവ് ചാക്കോ എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പുള്ള നേതാവാണ്, എൻ്റെ നാട്ടുകാരനാണ്. ചാക്കോ പോകാൻ തീരുമാനിച്ചു, അദ്ദേഹം പോയി. അതിനപ്പുറത്തേക്കൊരു കോൺഗ്രസിന് ദീർഘകാലം MP ആയിരുന്നു, മന്ത്രിയായിരുന്നു. അദ്ദേഹം ഇടയ്ക്ക് കോൺഗ്രസ് എസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം തിരിച്ചുപോയി. അതൊരു പിന്നെ ഇപ്പൊ ചാക്കോയ്ക്ക് അങ്ങനെ നിലപാടെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെ ഞാൻ പൂർണ്ണമായി മാനിക്കുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വലിയ കാര്യങ്ങൾ പറഞ്ഞില്ല. പറഞ്ഞത് ജേക്കബ് ജോർജിന് പറയാൻ പറ്റും. എന്താ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം വളരെ സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞു. അതിന് ജേക്കബ് ജോർജ് മറുപടി പറഞ്ഞു. കൃത്യമായി ഈ ലിസ്റ്റ് വരാൻ പോകുമ്പോഴും ഈ നോംസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആ ലിസ്റ്റും AI ഗ്രൂപ്പുകളുടെ ആ ലിസ്റ്റും തന്നെയായിരിക്കും വരാൻ പോകുന്നത് ശ്രീ ജേക്കബ് ജോർജ് കേട്ടത്. അങ്ങനെയല്ല വരാൻ പോകുന്നത് ശ്രീ ജേക്കബ് ജോർജിന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ തന്നെയാണ് വരുന്നത്. യാതൊരു അങ്ങനെ 2 ഗ്രൂപ്പിന്റെ ലിസ്റ്റ് മാത്രമേ ഹൈക്കമാൻഡ് പോയിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം. അങ്ങനെ കോൺഗ്രസിനെ 2 ഗ്രൂപ്പ് പാർട്ടികളാക്കി ഇവർ മാറ്റിയെന്ന ആക്ഷേപം വെച്ചിട്ടല്ലേ ആ നേതാവ് പടിയിറങ്ങിയത്. അതിലെ സുധീർ കുര്യൻ ശരിവെച്ചത്. ഞാൻ പറയുന്നത് ഈ 2 ആക്കിയതിൽ ഇവർക്കൊക്കെയും പങ്കുണ്ട്. ചരിത്രത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴിക്കുന്ന ചരിത്രത്തിലെ PC ചാക്കോയ്ക്കും PJ കുര്യൻ സാറിനും എല്ലാവർക്കും പങ്കുണ്ട്. അതാ ഞാനും പറയുന്നത്. അത് എല്ലാവരും സംസാരിക്കുക. ശ്രീ റെജി ലൂക്കോസ് ഇത് പറയുമ്പോഴും PC ചാക്കോ പറഞ്ഞത് എന്താണ്? PC ചാക്കോ പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഗ്രൂപ്പുകളുടെ അധികാരം ഉമ്മൻചാണ്ടിയിലേക്കും രമേശ് ചെന്നിത്തലയിലേക്കും വന്നപ്പോൾ ഗ്രൂപ്പുകളുടെ സമീപനം മാറി. പാർട്ടി ഓഫീസുകളിൽ നിന്ന് ഇവരുടെ വീടുകളിലേക്ക് മാറുന്നു. ഇവരുടെ മാത്രം കൂടിയാലോചനകൾ മറ്റൊരു തരത്തിലുമില്ലാത്ത വണ്ണം ഗ്രൂപ്പുകളായി അധപ്പതിച്ചു എന്ന നിലയിലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇനി താങ്കൾ മുമ്പ് പറഞ്ഞ വിഷയങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സിന് ഉള്ള ചില സീറ്റുകളുണ്ടല്ലോ. ഇപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, ഈ പറഞ്ഞ ഇരിക്കൂർ, KC ജോസഫ് എവിടെ മത്സരിക്കും? വിശ്വനാഥിന് സീറ്റുണ്ടോ? അതുപോലെ വാഴക്കൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന മൂവാറ്റുപുഴ വാഴക്കൻ ഒടുവിൽ കിട്ടുമോ?
എന്നൊക്കെ പറയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ നിലയിലുള്ള ഒരുപാട് ചോദ്യങ്ങളെ, പ്രശ്നങ്ങളെ കോൺഗ്രസ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തെടുക്കുക? അത് തന്നെയാണോ കോൺഗ്രസിന് മുമ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയും നാളെ ലിസ്റ്റ് വരും എന്ന് പറയുമ്പോഴും? റജി ലൂക്കോസ്. ശരത്ത് 100% ശരിയാണത്. കാരണം വെച്ചാൽ ഇപ്പൊ ഈ പി സി ചാക്ക പറഞ്ഞൊരു ആരോപണം നമ്മുടെ ഈ ചർച്ചയിൽ വളരെ പ്രസക്തമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, എ എന്ന് പറയുന്ന ഒരു പാർട്ടിയും ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ മാത്രമാണ്. രണ്ട് പാർട്ടികളാണ് കേരളത്തിൽ. അത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഇടയും മനസ്സിലാണ് സ്ഥാനാർത്ഥികൾ. അവരൊന്ന് പറയുന്ന അവരുടെ സ്ഥാനാർത്ഥികൾ അതിനെ അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് വെറും നോക്കുകുത്തിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞ എത്രയോ വളരെ കറക്റ്റാണ്. അതിന് തിക്താനുഭവങ്ങളല്ലേ ഈ പാർട്ടി ഇന്ന് ഡൽഹിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൃത്യമല്ലേ? ഇന്ന് പി ജെ കുര്യൻ സാർ പറഞ്ഞ വളരെ പ്രസക്തമായിട്ട് കാര്യമുണ്ട്. അതുപോലെ തന്നെ കെ ബി തോമസ് സാർ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. എ വി ഗോപിനാഥ് എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിൽ ഉടനീളം വളരെ വേരുകളുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള അതിപ്രസക്തനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ്, പാലക്കാട് ഒന്നാമനാണ്. അദ്ദേഹത്തിനെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് 100-150 പേരുടെ ഒരു മീറ്റിംഗ് കൂടി നാളെ വൈകുന്നേരത്തിലൂടെ അദ്ദേഹം ഈ പാർട്ടി വിടുവാണ്. അതിന്റെ ക്ഷീണം എന്താണ്? ഒരൊറ്റ സീറ്റ് പോലും പാലക്കാട് ജില്ലയിൽ ഈ കോൺഗ്രസിന് കിട്ടത്തില്ല, അല്ലെങ്കിൽ പോലും കിട്ടാൻ സാധ്യത കുറവാണ്. ആ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം ഈ രണ്ട് ഗ്രൂപ്പ് മുതലാളിമാരുവാ, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. രമേശ് ചെന്നിത്തല സുന്ദരമായിട്ട് മധുര പ്രതികാരം ചെയ്തിരിക്കുന്ന ഒരു ശരത്തെ. കാരണം ദുർബലനായി എന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് വെറും വാക്കുകൾ കൊണ്ട് പറഞ്ഞതല്ല, അത് വളരെ കൃത്യമാണ്. ഇവിടെ ഇപ്പൊ പലരും പറഞ്ഞല്ലോ കെ സി ജോസഫ് മാറി നിൽക്കാൻ തയ്യാറായെന്ന്. എവിടെ? അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് ഇരിക്കൂർ ചെല്ലാൻ പറ്റത്തില്ല, വണ്ടി കയറി. അതുകൊണ്ട് കോട്ടയം ജില്ലയിൽ സീറ്റിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്തു. അദ്ദേഹം 3 സീറ്റിന് വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിനോട് ഉമ്മൻചാണ്ടിയാണ് ശ്രമിച്ചത്. ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ ആൻഡ് കാഞ്ഞിരപ്പള്ളി. ഒടുവിൽ ഇപ്പോൾ നമ്മൾ അറിയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ കെ സി ജോസഫ് ഏറ്റുമാനൂർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനെ രമേശ് ചെന്നിത്തല വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ തന്നെ ഒരു മൂലക്കിരുത്തിയ ഉമ്മൻചാണ്ടിനെ തന്റെ ഡൽഹിയിലെ സ്വാധീനം കൊണ്ട് അദ്ദേഹം ഈ രമേശ് ചെന്നിത്തല ഒരു ദുർബലനാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല അപ്പർ ഹാൻഡ് നേടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കമില്ല. അതുകൊണ്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് ശേഷം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. കോൺഗ്രസ് ഇന്ന് പലരും ബി ജെ പിയിലേക്ക് പോയി സ്ഥാനാർത്ഥികളാകാനുള്ള സാധ്യതയുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മണ്ഡലം മൂവാറ്റുപുഴയാണ്. രണ്ടാമത്തെ മണ്ഡലം പെരുമ്പാവൂരാണ്. മൂവാറ്റുപുഴ, പെരുമ്പാവൂരും പിറവത്തും കോതമംഗലത്തും അത്തരം സ്ഥാനാർത്ഥികൾ വരാനുള്ള അണിയറ നീക്കങ്ങളെല്ലാം ഇവിടെ ഒരുക്കിക്കഴിഞ്ഞു. കോൺഗ്രസിന്റെ യാത്ര ദുർബലമായിട്ടാണ്. കോൺഗ്രസ് തകർന്ന് തരിപ്പണം വരുന്നു. ഇനി അതുകൂടാണ്ട് ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയാം. പി സി ചാക്കോ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തി. എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയോട് കേരളത്തിൽ വന്ന് വയനാട്ടിൽ മത്സരിക്കരുത്, അത് CPM എന്ന് പറയുന്ന ഇടതുപക്ഷ പാർട്ടികൾ നമ്മുടെ സുഹൃത്തുക്കളാണ്, അവരെ ദുർബലരാക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനെ വെട്ടിയത് അദ്ദേഹം പേര് പറഞ്ഞില്ലെങ്കിൽ പോലും AK ആന്റണിയും ഈ ഉമ്മൻചാണ്ടി പോലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന്റെ തിക്താനുഭവങ്ങൾ ഈ പാർട്ടി അറിഞ്ഞില്ലേ? ഉത്തരേന്ത്യയിൽ അവര് ഉപയോഗിച്ച തന്ത്രം എന്തായിരുന്നു? BJP നാണം കെട്ട് പേടിച്ച് തെക്കേ ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി പാലായനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചേ ദയനീയമായിട്ട് അമേഠിയിൽ തോറ്റുപോയി. അപ്പൊ ഇവരുടെ ഈ കോൺഗ്രസിലെ കേരള നേതാക്കളാണ് ഇന്ത്യയിൽ തന്നെ ഈ കോൺഗ്രസിനെ ദുർബലമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ജേക്കബ് സാർ പറഞ്ഞ വളരെ നല്ലൊരു നിരീക്ഷണമാണ്. AK ആന്റണി എന്ന് പറയുന്ന അതിശക്തനായ കോൺഗ്രസിലെ 2ാം സ്ഥാനം വഹിക്കുന്ന AK ആന്റണി എന്ന് പറയുന്ന ഉന്നതനായ കോൺഗ്രസ്സുകാരൻ ചിത്രത്തിൽ പോലും ഇല്ല. അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ദൗർബല്യത്തെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിനെ വേദനിച്ച് ഇറക്കി വിട്ടിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കൃത്യമായ നിരീക്ഷണമാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സലീം ഖാൻ ക്ഷമിക്കണം, അങ്ങേക്ക് പോലും എത്രയോ നാളുകളായിട്ട് വിശ്വസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തന സലീം, ഞങ്ങളൊക്കെ പ്രതീക്ഷ അങ്ങേക്ക് ഒരു സീറ്റ് കിട്ടുന്നു, അങ്ങേക്ക് പോലും ഒരു സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ 2 ഗ്രൂപ്പ് നേതാക്കന്മാരുടെ കയ്യിലെ പാവകളായിട്ട് ഈ പാർട്ടി മാറിയ ഒരു ഗതികേട് ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിനേക്കാൾ താഴോട്ട് നിങ്ങൾ മാറും എന്നുള്ള കാര്യം എഴുതി വെക്കേണ്ട യാഥാർത്ഥ്യമാണ്. ശരി, ഏതായാലും ശ്രീ സലീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മോഹമുക്തനായി പാർലമെന്ററി രംഗത്ത് മോഹമുക്തനായ ഒരു കോൺഗ്രസ്സുകാരനാണ്. ഇന്നൊക്കെ ഈ ചർച്ചയിലേക്ക് വിളിച്ചാൽ ആളെ കിട്ടാൻ വലിയ പാടാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിൻ്റെ ഒരു നിഴൽപ്പാടിലെങ്കിലും ഉണ്ട് എങ്കിൽ അത് നഷ്ടപ്പെടേണ്ട എന്ന് കരുതി ചർച്ചകളിൽ നിന്ന് വളരെ മാന്യമായി മാറി നിൽക്കുന്ന ഒരുപാട് നേതാക്കളെ സമീപിക്കേണ്ടി വന്നൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ സലീമിൻ്റെ ആ നിലപാട്, അത്തരം ഒരു തരത്തിലുള്ള ഉന്തിനും തള്ളിനും പോകാതെ KPCC സെക്രട്ടറി എന്ന നിലയിൽ ഒരു നിലപാടോടെ നിൽക്കുന്നയാളാണ് ശ്രീ ജേക്കബ് ജോർജ്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്. കോൺഗ്രസ് പട്ടികയ്ക്ക് കാത്തിരിക്കുകയാണ് BJP.
എന്ന് പറയുന്നതിനകത്തൊരു വലിയ രാഷ്ട്രീയ സന്ദേശം അടങ്ങിയിട്ടുണ്ട്. എന്നോട് ഇന്ന് വൈകുന്നേരം സംസാരിച്ച തിരുവനന്തപുരത്ത് ഒരു കോൺഗ്രസ് നേതാവ് പറയുണ്ടായി, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് വളരെ അസ്വസ്ഥനാണ് കഴിഞ്ഞ ഒരാഴ്ചയായി. കാരണം അദ്ദേഹവും ഈ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. പട്ടികയിൽ ഇടം പിടിച്ചില്ല എങ്കിൽ ഒരുപക്ഷേ ഇനി അങ്ങോട്ട് മത്സരിക്കാനൊക്കെ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്കയുള്ളവരുമൊക്കെ ആവുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ച് ഈ നോംസൊക്കെ ശക്തമാകുന്നൊരു കാലമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു പക്ഷേ ആ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന നേതാക്കൾ പോലും BJPയുടെ ക്ഷണം സ്വീകരിച്ചേക്കാം എന്ന് പറയുന്ന ആശങ്കയോടെ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഉണ്ട്. അവർക്കിടയിലാണ് BJP ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്താണ് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ പോകുന്നത്? അതും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണോ? അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ഏതൊക്കെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഏറെക്കുറെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഫൈനൽ സെറ്റിൽമെൻറ്റിൽ ഇനിയും തർക്കമായി അവശേഷിക്കാൻ ഇടയുള്ളത് എന്നത് ഏതാവാൻ ഇടയുണ്ട്? ശ്രീ ജേക്കബ് ജോർജ്. ശരത്തെ, ഇതൊരു രൂക്ഷമായ പ്രശ്നമാണ് കോൺഗ്രസ് പാർട്ടി അഭിമുഖീകരിക്കുന്നത്. ശരിക്കും കോൺഗ്രസ് പാർട്ടി അല്ല പ്രശ്നം അഭിമുഖീകരിക്കുന്നത്, നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുന്നത് മധ്യനിര നേതാക്കന്മാരാണ് കോൺഗ്രസിൻ്റെ. പ്രായമായവർക്ക് എന്താ, KC ജോസഫ് സീറ്റ് വേണം അവസാനം വരെ പറയും. ഇല്ലയോ, വേണ്ട ഞാൻ വീട്ടിൽ പോയിരുന്നോളാം എന്ന് പറയും. അവർക്ക് വീട്ടിൽ പോയിരിക്കാം. പക്ഷേ ഈ സലീമിനെ പോലെയുള്ള ആൾക്കാർക്കോ? അതാണ് പ്രശ്നം. കോട്ടയത്ത് DCC പ്രസിഡൻ്റായിരുന്ന ടോമി കല്ലാനി അത്ര കഷ്ടപ്പെട്ട ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ഓടി നടന്ന് പണിയെടുത്തെങ്കിലേ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. പത്തനംതിട്ട ജില്ല മോഹൻരാജ് DCC പ്രസിഡൻ്റായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമാണ് ഒരു സീറ്റ് കിട്ടി തോറ്റുപോയി. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഗതി പിടിക്കട്ടെ. എന്താ കാരണം? ആരാണ് കാരണം? അത് കോൺഗ്രസ് നേതാക്കന്മാരൊന്നും ആലോചിച്ചിട്ടുണ്ടോ? രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ കുത്തിയിരിക്കുന്ന കുറേ നേതാക്കന്മാരുണ്ടല്ലോ കോൺഗ്രസിൻ്റെ പ്രായമുള്ളവർ. അതിൻ്റെ പ്രശ്നം ഈ ജയസാധ്യത എന്നത് ആ പാർട്ടി കാണുന്നത് വ്യക്തികളിൽ മാത്രമാണ്. ആ വ്യക്തി പോയാൽ ആ മണ്ഡലത്തിൽ ജയസാധ്യത പോയി എന്ന് ഈ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരായവർ പോലും വിചാരിക്കുകയല്ലേ. പിന്നെ എങ്ങനെ മാറ്റം ഉണ്ടാവും? ശരത്തെ, യൂത്ത് കോൺഗ്രസിൻ്റെ ഉദാഹരണം എടുക്കുക. ശരത്തെ, നമുക്കറിയാമല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാരാണെന്ന്. ഒരു സാധാരണ കുറേ കൂടെ പിള്ളേരെ അതിൻ്റെ പല ലെയറുകളിൽ വെച്ചുകൂടെ? അവരൊക്കെ ഓടി നടന്ന് സംഘടന ശക്തിപ്പെടുത്തുകയല്ലേ? അങ്ങനല്ലേ ശക്തിപ്പെടുത്തി അവരെയൊക്കെ ഗ്രൂം ചെയ്ത് പൊതു രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? അങ്ങനെ അതും 2 MLA മാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. നിലവിൽ തന്നെ MLA എന്ന ഉത്തരവാദിത്വം നിൽക്കെ ആ യൂത്ത് കോൺഗ്രസ് പദവിയും ഭാരവാഹി പദവിയും അവരെയാണ് 2 ഗ്രൂപ്പുകൾ ഏൽപ്പിച്ചത്. ഷാഫിയും ശബരിയും 2 പേർക്ക് കടന്നു വരാനുള്ള ഒരു അവസരമാണ്. ആ 2 ആളുകൾക്ക് വൈസ് പ്രസിഡന്റും പുതിയൊരു ലിസ്റ്റ് വരുമ്പോൾ ക്ലെയിമാണ്. അല്ല, ഞാൻ പറഞ്ഞത് അവർ വളരെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെയാണ് അല്ല പറഞ്ഞത്. സാറിന് അത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത്. 2 സംഘടനാ രംഗത്തേക്ക് വരാനുള്ള 2 ആളുകളുടെ അവസരമാണ് യഥാർത്ഥത്തിൽ ഒരു 2ാം പദവി, ഒരു ഇരട്ട പദവി കൊടുത്തതിലൂടെ സംഭവിച്ചതല്ലേ പറഞ്ഞു വന്നത്? അതെ, ഒരു വശത്ത് സംഘടന, മറുവശത്ത് പാർലമെന്ററി ജനാധിപത്യം, പാർലമെന്ററി പാർട്ടി പ്രവർത്തനം. ഇത് തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. നിങ്ങൾക്ക് 2 സ്ഥാനങ്ങൾ ഒരാൾക്ക് കൊടുക്കരുത് എന്നുള്ള പണ്ട് കേരള കോൺഗ്രസിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. 1 man 1 പോസ്റ്റ് ദേശീയ തലത്തിൽ പോലും ചർച്ചാ വിഷയമായതാണ്. ഒരു MLA ആയിരിക്കുന്ന ആളിന് തിരഞ്ഞെടുപ്പോ അതൊക്കെ പോട്ടെ, അവർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഭാരവാഹിത്വം കൂടെ വേണോ? അതല്ലേ സിമ്പിൾ ചോദ്യമല്ലേ? ഒരാൾ സംഘടനയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ സംഘടനയ്ക്ക് 35 വയസ്സ് താഴെയാണ്. അതൊന്നും അതൊക്കെ നമുക്കിതൊക്കെ പറയാം. 35 വയസ്സ് താഴെയുള്ള ഈ 2 യോഗ്യരേ ഉള്ളോ? അതാണ് കേരളത്തിലെ കോൺഗ്രസ്. ശ്രീ സലീം, ഞാനൊരു കാര്യം പറയാം. ആ നിലയിൽ നിൽക്കുന്ന നൂറുകണക്കായ യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഒരു അനുഭവം എനിക്ക് കിട്ടുന്നു. കുഴൽനാടിനെ കുറിച്ച് പറഞ്ഞല്ലോ. കുഴൽനാടിനെ കുറിച്ച് നമ്മൾ ഈ വേദിയിലിരുന്ന് എത്രയോ വർഷം, ഓരോ 5 വർഷം കഴിയുമ്പോഴാണ് ചർച്ച. പിന്നെ ലോക്സഭ വരുമ്പോഴും ചർച്ച, രാജ്യസഭ കുറച്ചുകൂടെ കുറവുണ്ട്. എത്രയോ തവണ ചർച്ച ചെയ്തു ഇതിനെക്കുറിച്ചൊക്കെ. ഇപ്പോഴും അവർക്കൊരു സീറ്റ് തരുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പോഴത്തേക്ക് അവിടെ മുദ്രാവാക്യം, ഇവിടെ ചിലപ്പോൾ ഇവിടെ പോസ്റ്റർ ഒട്ടിക്കലേ നടക്കത്തില്ല. എത്ര പേർക്ക് സീറ്റ് കിട്ടും കേരളത്തിൽ? അതല്ലേ ഈ എല്ലാവരെയും കഴിഞ്ഞ് അവസാനം എത്ര ചെറുപ്പക്കാർക്ക് സീറ്റ് കിട്ടും? അപ്പോൾ ഈ അധികം വരുന്ന കോൺഗ്രസ്സുകാരെ എവിടെ പോകും? അവരെങ്ങനെ ജീവിക്കും? ഇത്രയും കാലം രാഷ്ട്രീയം കൊണ്ട് നടന്നു. ഒരു PSC ടെസ്റ്റ് പോലും എഴുതിയിട്ടുണ്ടാവില്ല. സമരം ചെയ്യുമെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ? അവർക്ക് കേരള രാഷ്ട്രീയത്തിൽ കഴിയണ്ടേ? രാഷ്ട്രീയമേ പഠിച്ചിട്ടുള്ളൂ, രാഷ്ട്രീയ പ്രവർത്തനമേ അറിയത്തുള്ളൂ. അതാണ് വലിയ പ്രശ്നം സലീം. ഇത് ചില്ലറ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ദുർബലരായവർ, ശരത്തിൻ്റെ ചോദ്യം പ്രസക്തമാണ്. ദുർബലരായവർ പിന്നെയും ദുർബലരായിക്കൊണ്ടിരിക്കും. അതാണ് അത്. പക്ഷേ ദയനീയമായ കാര്യമാണ്. പണ്ട് ഞാൻ പറയാമല്ലോ, AK ആന്റണി പറഞ്ഞില്ലേ, നമ്മളൊക്കെ ചെറുപ്പക്കാരായ കൊച്ചു പിള്ളേരായിരുന്ന കാലത്ത്
പറഞ്ഞതാണ്, നമ്മളൊക്കെ കോൺഗ്രസിൻ്റെ മുതിർന്നവരെ വെട്ടി തുരത്ത് ദൂരെ കളഞ്ഞ് താക്കോൽ സ്ഥാനങ്ങളിൽ കയറിയിരിക്കണം. ആരെങ്കിലും ചെറുപ്പക്കാരുണ്ടോ സലീമേ നിങ്ങളുടെ പാർട്ടിയിൽ പറയാൻ? നിങ്ങളുടെ നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ? ഷാഫി പറമ്പിൽ പറയും ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യത. ഈ കാലഘട്ടത്തിൽ അനിവാര്യമല്ല എന്നാണ് പറയുന്നത്. അത് സമ്മതിക്കാതെ സലീം, അന്നത്തേക്കാൾ അനിവാര്യതയാണ്, അനിവാര്യമാണ്. എന്റെ സലീം, കോൺഗ്രസ് ചാകാൻ പോവുകയാണ് ഇവിടെ, കോൺഗ്രസ് തകരുകയാണ്. അന്നേരമാണ് സലീം പറഞ്ഞ കാലഘട്ടത്തിന്റെ ആവശ്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ചർച്ച കഴിഞ്ഞിട്ട് പറയാൻ പോലും കഴിയില്ലല്ലോ എന്നാണ് ശ്രീ സലീം. പക്ഷേ ഒരു ചർച്ചയിൽ ഒരു മാധ്യമ സുഹൃത്ത് പറഞ്ഞത്, കാരണം ഞാൻ അങ്ങനെ പറയുന്നതിൽ ഒരു പെശകുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ കോട്ട് ചെയ്ത് പറയുന്നത്. ഏതായാലും ഈ ലിസ്റ്റ് വരുമ്പോൾ അറിയാം 65 വയസ്സ് കഴിഞ്ഞ് എത്ര ചെറുപ്പക്കാർ ഇതിലുണ്ട് എന്നുള്ളത്. ശ്രീ സലീം, നാളെ അറിയാലോ. ഇപ്പൊ ശരത് സറ്റേറിക്കലായിട്ട് പറഞ്ഞിങ്ങനെ പോയാൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഒരു കാര്യം, ഇപ്പം ജേക്കബ് ജോർജ് പറഞ്ഞോട്, ജേക്കബ് ജോർജ് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ കേരളത്തിൽ KS യൂത്ത് കോൺഗ്രസിൻ്റെയും ഈ ചരിത്രം അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ വീണ്ടും വീണ്ടും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കൊട്രഗോപാലകൃഷ്ണനും വന്ന ഒരു കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, അന്ന് ഇന്നത്തെ പോലെ ചെറുപ്പക്കാർ ഈ മുഖ്യധാരയിലേക്ക് വരാത്ത ഒരു ഒരു വിപ്ലവത്തിലൂടെ അവർ കടന്നു വന്നത് അത് കേരളത്തിൻ്റെ ചരിത്രമാണ്. ഇന്ന് കുറെ കൂടി ഇന്ന് കുറെ കൂടി ബാലൻസ്ഡാണ്. CPM-ലാണെങ്കിലും കോൺഗ്രസിലാണ്. ഞാൻ ചോദിക്കട്ടെ, CPM-നേക്കാൾ കൂടുതൽ ആദ്യം ഈ യുവജ മുന്നേറ്റം വന്നത്, തലമുറ മാറ്റം വന്ന് കോൺഗ്രസില്ലേ? അതെ. CPM ചിന്തിക്കാൻ പറ്റുമായിരുന്നു. അത് പറയുമ്പോൾ അദ്ദേഹം ആ ചരിത്രത്തിൽ, ആ ഭൂതകാലത്തിന്റെ സുഖകരമായ അതല്ല പറയും, വർത്തമാന കാലത്തിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു? നിലയിൽ വളരെ ശക്തമായി ജയിച്ച് കയറി നിയമസഭയിലേക്ക് വരാവുന്ന നിലയിൽ ഓരോ മേഖലയും അണിനിരത്തി CPM 2 ടേം, CPI 3 ടേം പറഞ്ഞെങ്കിൽ 2 ടേം എന്ന നിലയിൽ എത്ര ആളുകളാണ് മന്ത്രിമാരും MLA-മാരും അടക്കം മാറി നിൽക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയ നിലവാരമെങ്കിലും, ഒരു ചെറിയ ശതമാനം മാറ്റമെങ്കിലും കോൺഗ്രസ് കൊണ്ടുവരണ്ടേ? ഇതൊക്കെ എന്നാ വന്നത്? 1971-ലും 1977-ലും കേരളം നിയമസഭയെ ഒരു കോളേജ് ക്ലാസ്സിനെ അനുസ്മരിപ്പിക്കുന്ന 70-ല് ഇത് കൊണ്ടുവന്നത് AK ആന്റണിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി ആണെങ്കിലും കൊട്രഗോപാലകൃഷ്ണൻ ആണെങ്കിലും AC ഷൺമുഖദാസ് ആണെങ്കിലും അന്ന് ഇത് കൊണ്ടുവന്നത്. ഒരു പക്ഷേ ഇന്ന് പറയുമ്പോൾ അതിന് ചില, അതാണ് അതിന്റെ വിരോധാഭാസം. ഇന്ന് ഏറ്റവും തലമുതിർന്ന നേതാവായി നിൽക്കുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി, ഞാനതാണ് ആദ്യ ചോദ്യത്തിൽ, ആ ഉമ്മൻചാണ്ടി ഇന്ന് ഏറ്റവും അധികം വാദിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് വേണ്ടിയിട്ടല്ല. കേസ് ഒറ്റ വാചകം ഞാൻ പറഞ്ഞോട്ടെ. 67-ലെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം പറഞ്ഞു, ആ ഗവൺമെന്റിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയാണ്, സംഘടനാ പ്രവർത്തനത്തിലേക്ക് പോകുന്നു. അദ്ദേഹം തിരിഞ്ഞു നടന്നു സംഘടനയിലേക്ക്. അതാണ് നല്ല ആരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം, രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത് അതാണ്. അത് ജീവിതത്തിൽ ഒരു യൗവനകാലത്തൊന്നുമല്ല അങ്ങനെ പറഞ്ഞത്. EMS അങ്ങനെ പറഞ്ഞത് അല്ല, ജേക്കബ് ജോർജ് പറഞ്ഞോട്ടെ. ഇതേതാണ്ട് ഇതെല്ലാം 1909-ലാണ് EMS ജയിച്ചത്. 1909-ലാണ്. 57 EMS, 67 EMS, 77 EMS ആകാൻ നോക്കി. ഇല്ല, 77. അതേ പറയും, ആ മുദ്രാവാക്യം ഓർമ്മയുണ്ടല്ലോ. ഇല്ല, 67 കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്മാറി. അല്ല, 67 ഇല്ല സാർ. 67-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, അല്ല ആ ഗവൺമെന്റ് പോയ ശേഷമാണ് അദ്ദേഹം EMS പറഞ്ഞത്, ഞാൻ ഇനി പാർലമെന്ററി ജനാധിപത്യത്തിലേക്കില്ല, ഈ രംഗം വിടുകയാണ്, പൂർണ്ണമായും സംഘടനാ രംഗത്ത് മുഴുകിയാണ് അദ്ദേഹം ജീവിച്ചത്. 57 മുതൽ 67 10 വർഷമേ. 77 മത്സരിച്ചില്ലേ? ഇല്ല. അല്ല, ഈ ഒരു മിനിറ്റ്, അല്ല ഞാൻ ചോദിച്ചു, പട്ടാമ്പിയിൽ നിന്ന് ആലത്തൂരിലേക്ക് അദ്ദേഹം മാറി ഏത് വർഷമാണ്? 67-ലെ. അല്ലല്ല, 67-ലല്ല. 67-ആണ് അദ്ദേഹത്തിന്റെ പാർലമെന്ററി EMS ജനിച്ച 1909-ആണ്. അല്ല, അതിലൊരു തെറ്റുമില്ല. അത് ശ്രീ സലീം, ഏതായാലും നാളെ നിങ്ങളുടെ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ശുഭപ്രതീക്ഷ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നല്ല ശുഭപ്രതീക്ഷയാണ്. എല്ലാ പ്രശ്നങ്ങളും തീരും, ഒരു വിമത റിബൽ ശബ്ദങ്ങളും ഉണ്ടാകില്ല, ആരും BJP-യിലേക്ക് പോവില്ല, അങ്ങനെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ സംഭാവന ചെയ്യില്ല. EMS-ന് അന്ന് 58 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇല്ല, അന്നത്തെ 58 ഇന്നത്തെ 58. വീണ്ടും സലീമിന്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്, നാളെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാവുന്ന
പിന്നെ ഇല്ലാതെ പോകുന്ന വിമത ശബ്ദത്തെ കുറിച്ചാണ് ശരത്ത് പറഞ്ഞത്. അല്ല, ഞാൻ ആ ലിസ്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ആ ലിസ്റ്റിന്റെ ക്വാളിറ്റി, ഗുണപരമായ വശം എത്രമാത്രം ഉറപ്പാക്കാൻ നിങ്ങളുടെ പാർട്ടിക്ക് കഴിയും? കേരളം ആലോചിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് പോയ കാര്യം പറയുന്നു. ആലപ്പുഴയിലെ NB തണ്ടാറിനെ പോലെയുള്ള വളരെ സീനിയർ മോസ്റ്റ് ആയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മകളുടെ ഭർത്താവും DYFI നേതാവും BJP സ്ഥാനാർത്ഥിയായി. അതുപോട്ടെ, അതൊന്നും ഇതൊക്കെ ഞാൻ അതിലേക്കൊന്നും ഒരു കാര്യമായ ഒരു ഫോക്കസ് പോയിന്റിലേക്ക് പക്ഷെ ഒരു മിനിറ്റ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതൊക്കെ വെച്ച് സംഭവിക്കാവുന്ന ഈ ആകസ്മികതകളായി നമുക്ക് വേണം മാറ്റാൻ കഴിയും. പക്ഷെ ഇന്നൊരു രസകരമായ സംഭവം ഉണ്ടായി ജേക്കബ് ജോർജ്. കോട്ടയം ജില്ലയിലെ CPM-ന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിരുന്ന ഒരാള് എറണാകുളം ജില്ലയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇന്ന് മനസ്സിലായി, പിറവത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ചാണ്. അത് വലിയ വാർത്തയാണ്. അതൊന്നും നമ്മൾ മറച്ചു വെച്ച് പറയേണ്ട വിഷയമല്ല. VN വാസവൻ അതേക്കുറിച്ച് പറയുകയും ചെയ്തു. അവർ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ലോക്കൽ കമ്മിറ്റി പുതുക്കിയില്ല എന്ന് വെച്ചാൽ അതോടുകൂടി മെമ്പർഷിപ്പ് പോയി എന്നാണ് അതിനർത്ഥം. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് പുറത്താക്കിയതിന് ശേഷമാണ് ഏതായാലും ശ്രീ സലീം, അത് വരും ദിവസങ്ങളിൽ അതൊരു ആയുധമാക്കി എടുക്കാൻ കഴിയുന്നുവെങ്കിൽ കോൺഗ്രസ് അത് തേച്ചുമിനുക്കി എടുക്കുക എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. അങ്ങനെ പറയാം, ആയുധം എന്നല്ല ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ഈ പ്രവണതകൾ കൂടി നമ്മൾ കാണാതെ പോകരുത്. ആഗ്രഹമുള്ളൂ കേരളത്തിലെ ഇടതുപക്ഷത്തു നിന്നും ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും നാളെയോ മറ്റന്നാളോ ആരും BJP ചേരരുതെന്ന് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. ഇവിടെ ശ്രീ റജി ലൂക്കോസ്, അവസാനമായി നാളെ വരാൻ പോകുന്ന ഒരു ലിസ്റ്റിൽ കോൺഗ്രസിന് പല മാനദണ്ഡങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഗുണമേന്മ എന്നത് ആ ലിസ്റ്റിന് അടിമുടി ഉറപ്പിച്ചു നിർത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് കഴിയുമോ? ആ ലിസ്റ്റിൽ അങ്ങനെ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അതോ ഈ പറഞ്ഞതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വെക്കുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വെക്കുന്നു, ഇത് ഏക്കെങ്കിൽ അത് ഐക്യ ഈ നിലയിൽ ഒപ്പം KC വേണുഗോപാലിൻ്റെ പ്രാതിനിധ്യം ഷെയർ കൂടി ഉറപ്പിക്കുക, ഇങ്ങനെയാവുമോ അതോ ഗുണമേന്മ ഉറപ്പാകുമോ? റജി ലൂക്കോസ്. അല്ല, ഗുണമേന്മ ഒരിക്കലും കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം കോൺഗ്രസിന്റെ ഈ രണ്ട് നേതാക്കന്മാരുടെയും സ്ഥാപിത താല്പര്യത്തിനും അവരോടൊപ്പം നിൽക്കുന്നവർക്ക് അനുസരിച്ചുമായിട്ടുള്ള സീറ്റ് വിഭജനം മാത്രമേ നാളത്തെ ലിസ്റ്റ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ബഹുമാനപ്പെട്ട സലിംഗയുടെ ഒറ്റ സെന്റൻസ് പറയാനുണ്ട്. അതായത് CPM 83 പേരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 33 MLA-മാർക്കും 5 മിടുക്കന്മാരായിട്ടുള്ള മന്ത്രിമാർക്കും ആ മാനദണ്ഡം വെച്ചുകൊണ്ട് സീറ്റ് അവർക്ക് നൽകിയാണ്ട് പുതുമുഖങ്ങളെ അവതരിപ്പിച്ചു. പക്ഷേ നിങ്ങളോട് ഒറ്റ ചോദ്യമുണ്ട്. അതായത് RSSന്റെ നേതാക്കന്മാരെ അയോധ്യ ക്ഷേത്രത്തിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിന് വേണ്ടിയിട്ട് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് പടമെടുപ്പിച്ച് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത MLA-ക്ക് പോലും നിങ്ങൾ സീറ്റ് കൊടുക്കേണ്ട ഗതികേടല്ലേ? അങ്ങനെ അത്രയ്ക്കും വലിയ RSS ബാന്ധവ പരസ്യമായിട്ട് കാണിച്ചൊരു MLA നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റി നിർത്താൻ സാധിച്ചിട്ടില്ല? അപ്പൊ ദുർബലമാണ് നിങ്ങൾ പ്രാദേശിക ക്ഷേത്രമാണ് പറഞ്ഞതാണ്. നിയോജകമണ്ഡലത്തിലെ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയാണ് പറഞ്ഞതാണെന്ന് അല്ല, അത് പറഞ്ഞതാണ് സലീമിന്റെ വിശദീകരണം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിശദീകരണം. ഒരു ന്യായീകരണം വസ്തുത. ഓക്കെ, റജി ലൂക്കോസ് പറഞ്ഞത് പൂർത്തിയായിക്കോളൂ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ. ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ്, അയോധ്യ അത് സത്യമാണ്, ജില്ലാ വൈസ് പ്രസിഡന്റ്, DCC വൈസ് പ്രസിഡന്റ്. അതെന്തായാലും സംഭവം എന്തോ കുന്നപ്പള്ളി എന്ന് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിന് കൊടുത്ത ആ റെസീറ്റ് കേരളം കണ്ടതാ. അയോധ്യയുടെ പേരിൽ 1000 രൂപ ഒപ്പിട്ട് കൊടുത്ത എന്തോ റെസീറ്റ് കേരളത്തിലെ സോഷ്യൽ മീഡിയ മുഴുവൻ കണ്ടതാ. നാളത്തെ ലിസ്റ്റാണ് നമ്മുടെ വിഷയം. നിങ്ങളുടെ ബാന്ധവം CPM-ന്റെ വനിതാ നേതാവിന്റെ ഇതേ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഓക്കെ, അത് ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രമേശ് ചെന്നിത്തലയുടെ അപ്പർ ഹാൻഡിലൂടെ കുറെ ആൾക്കാർക്ക് അദ്ദേഹം കൊടുക്കും. യെസ്, അതൊന്ന് ഫ്രീസായെന്ന് തോന്നുന്നു. ശ്രീ റജി, താങ്കൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒഴിച്ച് അപ്പർ ഹാൻഡ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഏതായാലും നാളത്തെ ലിസ്റ്റ് വരുമ്പോൾ അറിയാം അതിൽ എത്ര സീറ്റുകൾ I ഗ്രൂപ്പിന്, എത്ര സീറ്റുകൾ A ഗ്രൂപ്പിന്, അതുപോലെ തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കുമിടയിൽ പ്രബലരായ നേതാക്കളുടെ നോമിനിമാർ ആരൊക്കെ, എത്ര പേർക്ക് കിട്ടും, ഇതാണ് നാളെ അറിയാൻ പോകുന്നത്. അതിൻ്റെ ഗുണമേന്മയൊക്കെ നമുക്ക് നാളെ മുതൽ വഴിയെ വിലയിരുത്താം. സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളുമായി താരതമ്യത്തിലേക്ക് പിന്നീട് പോകുന്ന ഒരു പൊതു പശ്ചാത്തലം, പൊതു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും. വളരെയധികം നന്ദി 3 ആളുകൾക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പറഞ്ഞതിനും. അവസാനിക്കുന്നു ന്യൂസ് ആൻഡ് വ്യൂസ്. ഇനി ഇടവേളയ്ക്ക് ശേഷം 9 PM അജും ഷാദത്ത്.